അല്ലാഹു തആല സൂറത്തുൻ നിസാഇൽ ഒരു ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ ഒരു ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الناس ലോകമേ, മർത്യ സമൂഹമേ, മാനവ സമൂഹമേ, ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളോടായി ഇതാ ആഹ്വാനം നടത്തുകയാണ്. ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണേ, അവനെ നിങ്ങൾ ആരാധിക്കണമേ, അവനെ നിങ്ങൾ ഭയപ്പെടണമേ. ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് അവൻ നിങ്ങൾക്ക് ജന്മം നൽകിയത്. وخلق منها زوجها وبث منهما رجالا كثيرا ونساء. മനുഷ്യ ഗുണങ്ങളിൽ ഇനങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു നമുക്കുള്ള ഇണയെ സൃഷ്ടിച്ചു തന്നതും അത് അവന്റെ ദൃഷ്ടാന്തമത്രേ, അവന്റെ ഔദാര്യമത്രേ. ആ ഇണകളുടെ കൂടിച്ചേരലിലൂടെ, ബന്ധങ്ങളിലൂടെ ധാരാളം ആൺപെൺമക്കളെ ലോകത്ത് സമ്മാനിച്ചവൻ അവൻ പടച്ചവനാണ്. അവനാണ് ലോകത്തിന്റെ രക്ഷിതാവ്, ജഗത്തിന്റെ ഉടമസ്ഥൻ അവൻ തന്നെയാണ്. ഇത്തഖൂ, അവനെ നിങ്ങൾ സൂക്ഷിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആയത്ത് തുടക്കത്തിൽ പറഞ്ഞു, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ആയത്ത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ അല്ലാഹു തആല പറയാണ്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ആ റബ്ബിനെ നിങ്ങൾ ഭയക്കണമേ, ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണമേ എന്ന് ഒരിക്കൽ കൂടി അല്ലാഹു നമ്മളെ അറിയിച്ചിട്ട് ഒരു ചെറിയ വാചകം കൂടെ അതിനോടൊപ്പം ചേർക്കുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ, അവനെ ഭയപ്പെടുന്നത് പോലെ, വൽ അർഹാം, രക്തബന്ധത്തെ സൂക്ഷിക്കണമേ, അയൽപക്ക ബന്ധങ്ങളെ സൂക്ഷിക്കണമേ, നമ്മുടെ ഓരോ വ്യക്തിബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമേ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് വ്യാഖ്യാനം നൽകുകയാണ്. ഐ ഇത്തഖുൽ അർഹാം അൻ തഖ്തഉഹാ. ബന്ധങ്ങളെ മുറിക്കരുതേ, തകർക്കരുതേ, നശിപ്പിക്കരുതേ. ആ അകന്നുപോയ ബന്ധങ്ങളെ അടുപ്പിക്കണമേ, ചാർച്ചയെ അടുപ്പിക്കണമേ. ആ ബന്ധങ്ങൾ അകറ്റിക്കളയരുതേ, മിണ്ടാതിരിക്കരുതേ. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഈ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. CCTVയുടെ നിരീക്ഷണത്തിലാണെന്ന് ഓരോ കടകൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു ബോർഡ് കാണാം, അവിടെ ഒരു സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്, നിങ്ങളെ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇതേപോലെ പടച്ച തമ്പുരാൻ നമ്മളെ നിരീക്ഷിക്കുകയാണ്. ആരാണ് മിണ്ടുന്നവൻ, ആരാണ് മിണ്ടാത്തവൻ, ആരാണ് കുടുംബ ബന്ധം പുലർത്തുന്നവൻ, ആരാണ് ബന്ധങ്ങളെല്ലാം വലിച്ചെറിയുന്നവൻ, വിച്ഛേദിക്കുന്നവൻ, ആരാണ്. സസൂക്ഷ്മം അല്ലാഹു നമ്മെ അവൻ ഇതാ നോക്കിക്കണ്ട് വീക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നാഥനെ നിങ്ങളെ സൂക്ഷിക്കണമേ. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ഉടയ്ക്കരുതേ, തകർക്കരുതേ. സൂറത്തുൻ നിസാ അല്ലാഹു തആല നമ്മളോടൊക്കെ പറഞ്ഞ ആയത്താണ്. എത്ര വലിയ ഗൗരവത്തോടു കൂടിയുള്ള ആയത്താണ് മനസ്സിലാക്കാൻ കേട്ടോ. സൂറത്തുൻ നിസാ
സൂറത്ത് റഅദ് അല്ലാഹു തആല പറയാണ്. സൂറത്ത് റഅദ് ഒരാൾ മരിക്കാറായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റൂഹ് ആത്മാവ് വളരെ റാഹത്തായ രീതിയിൽ വിട പറയുന്നതിന് വേണ്ടി ഇത് ഓതി കൊടുക്കണമെന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാൾ മരിക്കാറായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അരികിൽ നിങ്ങൾ സൂറത്ത് റഅദ് ഓതണേ. ആ പരിശുദ്ധമായ സൂറത്ത് റഅദിലൂടെ ഒരായത്ത് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. മരിക്കാറായി കിടക്കുന്ന മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ബന്ധങ്ങളൊക്കെ തകർത്തിട്ടാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സലാം പറഞ്ഞ് മുസാഫത്ത് ചെയ്തിട്ട് മരിക്കൂ. അതാണ് ഈ പറഞ്ഞു വന്നതിന്റെ ആശയം. അതുകൊണ്ടായിരിക്കും ഈ ആയത്ത് തന്നെ ഓതി കൊടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ഈ സൂറത്ത് തന്നെ നിങ്ങൾ ഓതണേ എന്ന് പറയുന്നത്. അഫമൻ യഅലമു അന്നമാ أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب. പരിശുദ്ധമായ ഖുർആൻ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട പടച്ച തമ്പുരാന്റെ വാക്കുകളും വചനങ്ങളും അവന്റെ സത്യസന്ദേശങ്ങളെയും അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെ വിശ്വസിക്കുന്നവനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും വിഡ്ഢികളാണോ വിവരമില്ലാത്തവരാണോ, അവർ അന്ധന്മാരാണോ, അവർ മൂകന്മാരാണോ? അല്ല അല്ല, ഇന്നമാ യതദക്കറുൽ അൽബാബ്. ആ പരിശുദ്ധ ഖുർആനിന്റെ വചസ്സുകളിലൂടെ വഴിത്താരകളിലൂടെ സഞ്ചരിക്കുന്നവർ അവർ ബുദ്ധിയുള്ളവരാണ്, അവർ വിവരമുള്ളവരാണ്. എന്താണ് ആ ബുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞാൽ അവരുടെ ക്വാളിറ്റി എന്താണ്? അവരുടെ ക്വാളിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞാൽ MBBS, MD, DM, DCH, MS ഇങ്ങനെയൊക്കെ ഓരോരോ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ യതദക്കറുൽ അൽബാബ്. ബുദ്ധിയുള്ളവരാണ് ആ ഖുർആനിന്റെ വഴികളെ അംഗീകരിക്കുന്നവർ. ആരാണവർ? എന്താണ് അവരുടെ ക്വാളിറ്റി? അവരുടെ സവിശേഷതകൾ ഖുർആൻ തന്നെ വിവരിക്കുകയാണ്. ഒന്ന്, അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹ് വലാ യൻഖുദൂനൽ മീസാഖ്. അല്ലാഹുവിനോടെടുത്ത കരാറുകൾ പാലിക്കുന്നവരാണ്. ആ കരാറുകൾ ഉടയ്ക്കാത്തവരാണ്, തകർക്കാത്തവരാണ്, അതിൽ ഒരു ന്യൂനതകളും വരുത്താത്തവരത്രേ. അതാണ് സത്യവിശ്വാസികൾ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. പടച്ച തമ്പുരാനോട് ആലമുൽ അർവാഹിൽ വെച്ച് നാം എടുത്ത കരാറുകൾ ഏതാണോ ആ കരാറ് പാലിക്കണേ. അത് പാലിക്കാത്തവർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അല്ല. അല്ലാഹുവിനടുത്ത കരാറ്, അല്ലാഹു ഞാൻ ആരാണ്? അല്ലാഹു ചോദിച്ചു, ഞാനാരാ? നിങ്ങളുടെ രക്ഷിതാവാണ്, അല്ലാഹ് ആണ്. ലസ്തു ബിറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവ് ഞാൻ തന്നെയല്ലേ? ബല, അതേ അല്ലാഹ്. അല്ലാഹു ആണ് നമ്മുടെ രക്ഷിതാവ്. നമ്മൾ ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹയോട് പറഞ്ഞ വാക്കാണ്, അത് പാലിക്കാനാണ് ഇവിടെ വാങ്ക് വിളിക്കുന്നത്. അതിനാണ് നമ്മൾ പള്ളിയിൽ കയറി അല്ലാഹു അക്ബർ നമസ്കരിക്കാൻ പോകുന്നത്. അത് അല്ലാഹയോടുള്ള കരാറാണ്. വെറുതെ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് ആരും അല്ലാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ട, ഒതു കൊടുക്കാൻ വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലാ ഉനബ്ബിഉകും بخير يكفر به الخطايا ويرفع به درجاتكم كما قال رسول الله صلى الله عليه وسلم. സഹാബത്തെ, മുസ്ലിം ലോകമേ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ? ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുമത്രേ. ഖാലൂ, സഹാബത്ത് പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും ഹബീബേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒന്ന് ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരി. എത്ര വെറുപ്പുള്ള സമയത്തും നമുക്ക് എത്ര ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളും പരിശുദ്ധമായ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഒളുവെടുക്കണേ. ആ ഒളുവെടുക്കുന്നതിൽ നിങ്ങൾക്ക് എത്ര വലിയ തണുപ്പായാലും എത്ര വലിയ വിഷമമായാലും ആ വിഷമങ്ങളെ അവഗണിച്ചുകൊണ്ട് തണുപ്പിന്
പടപ്പിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഒളുവെടുക്കണേ, നിങ്ങൾ ഒളുവെടുക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ, ഡിലീറ്റ് ആക്കാൻ, ക്ലിയർ ചാറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ അതൊരു കാരണമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും നമ്മൾ ഒതു കൊടുക്കണം. ഭാര്യയോട് ചൊടിക്കുമ്പോൾ ഒതു കൊടുക്കണം, പ്രശ്നം തീരും. ഒതു കൊടുക്കാൻ പോവാ, വടിയെടുക്കാൻ പോവാ. ഭാര്യയോട് ചൊടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒതു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റാഹത്ത്, നമ്മുടെ ദേഷ്യമെല്ലാം മാറുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒതു കൊടുത്തിട്ട് കിടക്കണം. അപ്പൊ ഭാര്യയെ തൊട്ടാൽ മാഫി മുഷ്കിൽ, രാത്രിയത്തെ തൊടിയിൽ പ്രശ്നമില്ല. ഒറിജിനൽ തുടക്കം തൊടാതിരുന്നാൽ മതി. അത് പിന്നെ ഒതുവല്ല പോകുന്നത്, കുളിയിൽ നിർബന്ധമാവും. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ ഇപ്പൊ ഒന്ന് ഭാര്യയോടൊപ്പം ഒന്ന് പോയി കിടക്കല്ലോ, ഒന്ന് തൊട്ട് പോയെന്ന് പറഞ്ഞ് പ്രശ്നമാണ്. എന്നാൽ ഒതുവോടുകൂടി തന്നെ നമ്മൾ കിടക്കണം. യാത്ര ചെയ്യുമ്പോൾ ഒതുവോടുകൂടി യാത്ര ചെയ്യണം. സ്കൂളിൽ പോകുമ്പോൾ യാത്രയുടെ ഒതുവോടുകൂടി യാത്ര ചെയ്യണം. അതിൽ വലിയ വർക്കത്താണ്. എപ്പോഴും ഒതുവെടുക്കണം. ഒതുവെടുത്താൽ സ്വർഗത്തിലെത്തും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴലായി അനുഗമിക്കുന്നത് നബി തങ്ങൾ സ്വപ്നം കാണുകയാണ്. പിറ്റേ ദിവസം സുബഹി കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് ചോദിക്കുകയാണ്, ബിലാലേ, എങ്ങനെയാണ് നീ എന്നോടൊപ്പം നാളെ സ്വർഗത്തിൽ അനുഗമിക്കുന്നത്? അതുകൊണ്ട് നീ എനിക്ക് പഠിപ്പിച്ചു തരണം. എന്ത് പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത്? എന്നോടൊപ്പം സ്വർഗത്തിൽ എന്റെ നിഴലായിട്ട് ഞാൻ എവിടേക്ക് പോയാലും നീ എന്റെ പിന്നാലെ ഉണ്ടല്ലോ ബിലാലെ, എന്താ കാരണം? എനിക്കൊരു അമലും ഇല്ല. പിന്നെ ഞാൻ എപ്പോഴും ഒതുവെടുക്കും. ഒതുവെടുത്താൽ 2 റക്അത്ത് ഞാൻ സുന്നത്ത് നിസ്കരിക്കും. ഞാൻ എപ്പോഴും ഒതുവെടുത്തു, ദായിമുൽ ഒതുവാണ്. ഒതുവെടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അത് എന്റെ ഒരു ശൈലിയാണ്. ആ ഒരൊറ്റ കാരണത്താലാണ് റസൂൽ പറഞ്ഞു, ബിലാലെ, നിന്റെ കാലിന്റെ ചുവട്ടടി ഞാൻ കേൾക്കുകയാണ്. സ്വർഗത്തിൽ കൊണ്ട് ഒതുവെടുക്കണം. എപ്പോഴും ഒതുവെടുത്താൽ മതി. അൽഹംദുലില്ലാഹ്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഒതുവെടുത്തിട്ട് കിടക്കണം. രാത്രി കിടക്കുമ്പോഴും ഒതുവെടുത്തിട്ട്, യാത്ര പോകുമ്പോഴും ഒതുവെടുക്കണം. നമ്മള് വണ്ടി എടുത്ത് യാത്ര പോകുമ്പോ, നമ്മളിവിടുന്ന് മംഗലാപുരത്തേക്ക് പോകുമ്പോ ഇച്ച പറയും, മോനെ അസ്രപ്പേ, ഈ പള്ളിയിൽ നിർത്തണം. എന്തിനാ ചൗക്കരിച്ച? അത് മൂത്രം ഒഴിക്കാനല്ല. മൂത്രം അതേ പറയുള്ളൂ. മൂത്രം ഒഴിച്ചിട്ട് അതേപോലെ വണ്ടി വന്ന് കയറും. കുറച്ച് ഒതു കൊടുക്കില്ല. അപ്പൊ പള്ളിയിൽ ഒതുവെടുക്കാനുള്ള സൗകര്യമുണ്ട്, മൂത്രം ഒഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമ്മൾ മൂത്രം ഒഴിച്ചിട്ട് ഒതുവെടുക്കണം. അങ്ങനെ ചെയ്യണം. ആശുപത്രിക്ക് പോകണം. ഒതുവെടുത്തിൽ കിടക്കുക. എപ്പോഴാ മരിക്കാന്നറിയില്ല. ഒതുവോടുകൂടി മരിക്കലല്ലേ? അള്ളാഹു ശുദ്ധിയോടെ മരിക്കാൻ തൗഫീക്ക് തരട്ടെ. അതിന്റെ ബർക്കത്തല്ലേ? ഒതുവോടുകൂടി നമ്മൾ മരിക്കണം. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒതുവെടുത്തിട്ട് പോകണം. അപ്പൊ ഒതുവെടുക്കണം. എത്ര രാവിലെ തണുപ്പ്, ഭയങ്കരമായ തണുപ്പ്. എങ്ങനെയാ ഒതുവെടുക്കുക? ഇത്ര വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒതുവെടുക്കണേ. തീർന്നില്ല. രണ്ടാമത് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ പാദങ്ങൾ മസ്ജിദിലേക്ക് നിങ്ങൾ നടന്ന് പോകണമേ. നമ്മൾ വണ്ടി എടുത്തിട്ട് ഫോർച്യൂൺ എടുത്തിട്ടല്ല പള്ളിക്ക് വരേണ്ടത്. ഖിയാമത്തിന്റെ അടയാളം ഒരു കാലം എന്റെ സമൂഹത്തിന്റെ മേലെ കടന്നു വരുമത്രേ. അവർ ആഡംബര വാഹനങ്ങളിൽ കയറിയിട്ട് മസ്ജിദിന്റെ വാതിൽക്കലേക്ക് കടന്നു വരുന്നത്. എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം നമസ്കരിക്കാൻ കടന്നു വരുന്നത് ആഡംബര വാഹനങ്ങളിലാണ്. ഇന്നത്തെ സാഹചര്യം വലിയ വാഹനങ്ങളിൽ അവർ യാത്ര ചെയ്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരും. അങ്ങനത്തെ ഒരു കാലം എന്റെ സമൂഹത്തിൽ വരുമത്രേ. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ നടന്നു വരണമെന്ന്. രാവിലെ നമ്മൾ നടക്കാൻ വേണ്ടി പോകും. പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് വണ്ടി കൊണ്ട് വേടയിൽ വെച്ചിട്ട് പിന്നെ അവിടെ നടക്കാൻ പോകും. എന്നിട്ട് ആ ത്യാഗം സഹിക്കും. ഒതുവെടുത്തിട്ട് പുരേ നടന്നിട്ട് വാ. അത്രയും കൂലി കിട്ടൂലേ നിങ്ങൾക്ക്? പദവി ഉയർക്കും, പാപങ്ങൾ തകർക്കപ്പെടും. അങ്ങനെ നിങ്ങൾ നടക്കണം. തങ്ങളെ മൂന്നാമതായി പറഞ്ഞു, ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണമേ. ഫർദ് നമസ്കാരത്തിന് വേണ്ടി വരുന്നവർ സുന്നത്ത് നമസ്കരിച്ചിട്ട് ഫർദിന് വേണ്ടി പ്രതീക്ഷിക്കണേ. അത് തന്നെയാണ് ഏറ്റവും കൂലി ലഭിക്കുന്ന കാര്യമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. റിബാത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ വരുന്നതിനെ പ്രതീക്ഷിച്ച് അവരിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി ഒരുപറ്റം ആളുകളെ രാത്രി ഉറക്കമിളയ്ക്കുന്ന അവസ്ഥയിൽ ഉറക്കമൊഴിവാക്കി സഹാബാക്കൾക്ക് സുരക്ഷിതരായി, സൈന്യങ്ങൾക്ക് സുരക്ഷിതരായി നിർത്തപ്പെടുന്ന ഒരു വിഭാഗത്തിന് പറയുന്ന പേരാണ് റിബാത്ത്. ഏറ്റവും വലിയ കൂലിയാണ്. ആ കൂലി അല്ലാഹു തആല നൽകുന്നു ഈ 3 ക്വാളിറ്റി ഉള്ളവർക്ക്. വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് നടന്ന് പള്ളിയിൽ വന്ന് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ. അല്ലാഹു എടുത്തൊരു കരാറാണ്.
വെറുതെ ഒന്നും എടുക്കണ്ട. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തവല്ലാ ഫഹസനൽ വുദൂഅ ثم رفع طرفه إلى السماء فقال أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും നല്ല നിലയിൽ ഒളുവെടുത്തതിനു ശേഷം ഒളുവെടുത്ത് പൂർത്തിയായി ആകാശത്തേക്ക് അവൻ കണ്ണുയർത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്നതി സമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 വാതിലും അവന് വേണ്ടി തുറക്കപ്പെടും. യദ്ഖുലുഹാ മിൻ അയ്യിഹാ ശാ, ആ വാതിലുകളിൽ ഏത് വാതിലിലൂടെ വേണമെങ്കിലും നിനക്ക് പ്രവേശിക്കാം. സ്വർഗ്ഗത്തിലെ 8 വാതിൽ അല്ലാഹു തുറന്നു തരുന്നു. എന്ത് എളുപ്പമുള്ള പണിയല്ലേ? നല്ല പണിയുണ്ടോ? GST അടയ്ക്കണോ? SST SC അടയ്ക്കണോ? വല്ല ത്യാഗമുണ്ടോ? 100 കിലോ സഞ്ചി തൂക്കണോ? വല്ല ത്യാഗമുണ്ടോ? ഒരേന്ന് നല്ല റാഹത്തായിട്ട് ഒളുവെടുത്തിട്ട് ഖിബലയിലേക്ക് നോക്കി ആകാശത്തേക്ക് നോക്കി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിന്നെ ഉലമാകൾ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ വജഅൽനി സബൂറൻ ശക്കൂറൻ വദ്കുറക ദിക്റൻ കസീറൻ വസബ്ബിഹക ബുക്റതൻ വഅസീല എന്നൊക്കെ പല ദിക്റുകളും ദുആകളുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നബിയുനാ റസൂൽ നമ്മൾ പറഞ്ഞ വാക്കാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് അവൻ പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 വാതിലും അവന് വേണ്ടി തുറക്കപ്പെടുന്നു. ഏത് വാതിലിലൂടെ നിനക്ക് സ്വർഗത്തിൽ പോകാം. അത്ര വലിയ ഭാഗ്യം. ആരെല്ലാം അങ്ങനെ ചില നമ്മളിവിടെ വീട്ടിന്റെ പുരയിൽ ഒതുവെടുത്തിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഫാൻ കാണും, AC കാണും. ആകാശത്തേക്ക് എവിടെ നോക്കാൻ? ഇല്ലെങ്കിൽ നോക്കാം. എല്ലാം വീട്ടിനകത്തല്ലേ ഒതുവെടുക്കുന്ന മൊത്തം. പാത്തുന്ന അവിടെ, ഒതുവെടുക്കുന്ന ഇവിടെ, എല്ലാം ഇപ്പൊ അങ്ങനെയായി. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ടൊക്കെ നമ്മൾ ഒതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പണ്ടുള്ളവരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ പണ്ടൊക്കെ ഉമ്മമാരൊക്കെ ആകാശത്ത് കൈകൾ ഉയർത്തി ഇങ്ങനെ ദുആരുന്നുകൊണ്ടേയിരിക്കും. കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കും, ബാക്കി വെള്ളമൊക്കെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത കരാറാണിത്. അള്ളാഹുവിന്റെ അടുത്ത കരാർ, നിസ്കാരം നിലനിർത്താൻ, നിസ്കരിക്കുക, കരാർ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു വിജയം നൽകും. അവരാണ് യഥാർത്ഥ സത്യവിശ്വാസി. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون. ഈ അമാനത്ത് അല്ലാഹുവിനോടുള്ള ഉത്തരവാദിത്തമാണ്. ഈ അഹദ് അല്ലാഹുവിനോടുള്ള ഉത്തരവാദിത്തമാണ്. അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുദൂനൽ മീസാഖ് കല്ലമാ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഖാല ലാ ഈമാന ലിമൻ ലാ അമാനത ലാ വലാ ദീന ലിമൻ ലാ അഹദ ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷണങ്ങളിൽ ഏത് പ്രഭാഷണം നബി തങ്ങൾ നടത്തിയാലും അല്ലാഹുവിന്റെ റസൂൽ ഈ ഒരു ഹദീസ് പറയാതെ പ്രഭാഷണം നടത്തുമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുരുക്കം ചില പ്രഭാഷണങ്ങൾ ഒഴികെ ബാക്കിയുള്ള പരിപൂർണമായ പ്രഭാഷണങ്ങളിലെല്ലാം, കൂടുതലും പ്രസംഗങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസ് ചേർത്ത് പറയുമായിരുന്നു. ലാ ഈമാന ലിമൻ ലാ അമാനത ലാ വലാ ദീന ലിമൻ ലാ അഹദ ലാ. അമാനത്ത് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം, ആ ഒരു വിശ്വസ്തത, ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു സത്യസന്ധത ഏതൊരു സമുദായം ഏറ്റെടുക്കുന്നില്ലയോ അവനിൽ വിശ്വാസമില്ല, ഈമാനില്ല, അവൻ മുഅ്മിനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ.
സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ പറയുന്ന പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 10 ആയത്തെടുത്ത് നോക്കണേ. അതിൽ സത്യവിശ്വാസി ആരാണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. സത്യവിശ്വാസി വിജയം വരിച്ചിരിക്കുകയാണ്. അവൻ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അവരുടെ ക്വാളിറ്റിയാണ് അല്ലാഹു വിവരിക്കുന്നത്. ഒന്ന്, അമാനത്തിനെ അവർ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അല്ലാഹുവിനോടെടുത്ത കരാർ പാലിക്കുന്നവരാണ്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. കരാർ പാലിക്കാത്തവന് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, അല്ലാഹു നമ്മളോടെടുത്ത കരാറാണ്. ആലമുൽ അർവാഹിൽ വെച്ചെടുത്ത കരാറാണ്. ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ എന്റെ മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്യണേ. എനിക്ക് വേണ്ടി നിങ്ങൾ സുജൂദ് ചെയ്യണേ. എന്റെ മുന്നിൽ നിങ്ങൾ നമ്മുടെ ശിരസ്കരാകണേ എന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞപ്പോ ബലാ, ഞങ്ങളത് ഏറ്റെടുത്തു അല്ലാ, ഏറ്റെടുത്തു അല്ലാ എന്ന് പറയണം. എന്നാൽ നിസ്കരിക്കണം. അത് അല്ലാഹുവിന്റെ കരാറാണ്. കരാർ പാലിക്കാതെ മുഅ്മിനായി ജീവിക്കാമെന്നും മുഅ്മിനായി മരിച്ചു പോകാമെന്നും പ്രതീക്ഷിക്കേണ്ട. ഖുർആന്റെ ആയത്ത് ഞാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല പ്രത്യേകമായിട്ട് പറഞ്ഞത്. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ. ആരാണോ അല്ലാഹുവിനോടുള്ള കരാർ, നമസ്കാരം നിലനിർത്തുന്നത്, അവർ സ്വർഗത്തിന്റെ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അനന്തരഗാമിയത്രേ. ആ സ്വർഗം അല്ലാഹു അവന് വേണ്ടി എഴുതി കൊടുത്തിരിക്കുകയാണ്. അവൻ അതിന്റെ അനന്തരാവകാശിയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമസ്കാരമില്ലാത്തവന് സ്വർഗമില്ല. കാരണം അല്ലാഹുവിനോടുള്ള കരാർ ലംഘിച്ചവനത്രേ. നമ്മളൊക്കെ പണ്ട് ജന്നത്തുൽ ഫിർദൗസ് എന്ന അത്ര ആദ്യമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് 2 അത്തറിന്റെ പേരാ. ഒന്ന് മജ്മയും, 2 ജന്നത്തുൽ ഫിർദൗസ്. അല്ലേ? നമ്മളെ കേട്ടിട്ടുള്ള അങ്ങനെയാണ്. മജ്മ കൊണ്ടുവന്ന് മയ്യത്തിന്റെ മുകളിലേക്ക് കളിക്കുക. അല്ലോ, മയ്യത്തിന്റെ ആ കബറിൽ 3 ദിവസം മലക്ക് ചോദ്യം ചോദിക്കാൻ പറ്റൂല. ഈ സ്മെല്ല് മാറുന്നവരാണ്. ഒരു വല്ലാത്തൊരു സാധനമാണ് ഈ മജ്മ. പഠിച്ചവൻ നമ്മളൊക്കെ ഓടിപ്പോയി മേടിക്കും. ഇപ്പോഴും ഓർമ്മ വരും. ഇത്രയും ഒരു പഞ്ഞിക്കകത്തൊക്കെ അത് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് തള്ളിയിട്ട് ജുമാക്ക് വേണ്ടി വരുമ്പോൾ ഏത് ഉപ്പുപ്പായി വഴിയിൽ പോയിട്ടുണ്ടോ അപ്പോഴേ അറിയാം. മണം പിടിച്ച് ഇങ്ങനെ ശ്വാനൻ മണം പിടിച്ച് പോകുന്ന പോലെ. പിന്നെ രണ്ടാമത് കണ്ടുപിടിക്കുകയാണ് ജന്നത്തുൽ ഫിർദൗസ്. പിന്നെ ഇപ്പോഴല്ലേ ഊതും ഇതൊക്കെ വന്നത്. ഇപ്പോഴൊക്കെ പണ്ടൊക്കെ നമ്മൾ ഊതൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ഊതി പരിചയമുള്ള സംഭവം. ഇപ്പോഴാണ് ഊത് യഥാർത്ഥം. ഇപ്പൊ വാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ ഊത് പറ്റണമെന്ന് പറഞ്ഞാൽ 100 മില്ലിക്ക് 3000 റുപ്യ. പൈസാ കാലത്തിന് 3000 റുപ്യ കൊടുക്കാൻ പോയി. വേറെ ജോലി 20 രൂപയുടെ ജാസ്മീൻ ഉണ്ടോ, മജ്മ ഉണ്ടോ, വാങ്ങിക്കൊണ്ട് കൊടുക്കുക അല്ലേ? ഒരു മയ്യത്തിനോടുള്ള ഏറ്റവും വലിയൊരു ആദരവാണ് നല്ല അത്തറും നല്ല വസ്ത്രം. കഫിനു ഫിഹാ മൗതാക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് വേണം നിങ്ങളുടെ മയ്യത്തിനെ കൊണ്ട് അടക്കാൻ. അപ്പൊ നല്ല അത്തറൊക്കെ പുരട്ടണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല ഊതി വില കൂടിയ ഊതൊക്കെ വാങ്ങി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ വയസ്സായ മനുഷ്യൻ എക്സ്പയർ ആയ സാധനത്തിന് ഇനി എന്തിനാ ഉസ്താദേ ഈ 4000 രൂപയുടെ ഒക്കെ ഊത്? അയാൾ എക്സ്പയർ ആയിട്ടില്ല. കബറിലേക്ക് കൊണ്ട് വെക്കുമ്പോൾ അടുത്ത ആയുസ് വരികയാണ്. ഇവിടെ എക്സ്പയർ ആയി. അപ്പോൾ വാപ്പ ഉപ്പ നമ്മുടെ കബറിൽ ചെന്നിട്ട് ആയുസ് കിട്ടുമ്പോൾ ഈ മജ്മയുടെ സ്മെല്ലടിക്കുമ്പോൾ എക്സ്പയർ ആയ സാധനം എൻ്റെ മോൻ എനിക്ക് വേണ്ടി, അവന് ഞാൻ 2.5 ഏക്കർ ജാഗ എഴുതി കൊടുത്തു. അവന് 2000 റുപ്യയുടെ ഊത് വാങ്ങി തരാതെ 10 റുപ്യയുടെ എക്സ്പയർ ആയ ജാസ്മീനും മജ്മയും കൂടെ എൻ്റെ മണ്ടയ്ക്ക് നാളെ നീ മൈസറയിലെ വാടാ, നിന്നെ ഞാൻ പിടിക്കാം അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഉപ്പമാരോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ നല്ല അത്ര നല്ല വസ്ത്രം കൂടിയ നല്ല തുണി വാങ്ങണം. നല്ല തുണി. മയ്യത്ത് തുണിയൊക്കെ ഏറ്റവും കുറഞ്ഞ തുണിയാണ് വാങ്ങി കൊടുക്കുന്നത്. 22 റുപ്യ 1 മീറ്റർ തുണിക്ക്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അടുത്ത് കബറി വെക്കുമ്പോഴേ പൊട്ടിത്താഴെ വീഴും സംഭവം. അത് കീറിയാൽ തന്നെ അതിന്റെ പുകയടിച്ചിട്ട് അലർജിയുടെ രോഗം ഉണ്ടാകും. മരിച്ച ആക്കും ഉണ്ടാവും അലർജിയുടെ അസുഖം. കബറി പോയാൽ തുമ്മലായിരിക്കും. നല്ല തുണിയൊക്കെ വാങ്ങി കൊടുക്കണ്ടേ? ഇതിനകത്ത് ആർക്ക് പിശുക്ക് കാണിക്കുന്ന? നമ്മൾക്ക് അല്ലാഹ് തന്ന നിഅമത്ത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസ്തമിച്ചു പോകുന്നവരല്ല, മരിച്ചു കഴിഞ്ഞാലും ജീവിക്കുന്നതാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദ്വാരക്കുന്നതും മരണപ്പെട്ടവർക്ക് കൊണ്ട് കീസാലതവാമ ചെയ്യുന്നതും. പിന്നെ എന്തിനാ സംഭവം? മരിച്ച് മയ്യത്തിന്റെ അടുക്കലേക്ക് നീ സിയാറത്താക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ കീറിയ തുണിയും കൊണ്ടിട്ട് നീ പോയാൽ എൻ്റെ മുഖത്ത് നിൽക്കുന്നു. നീ നാളെ തന്നെ ഞാൻ കാണിച്ചു തരാം. ആ
വാപ്പ പോലും കബറിൽ കിടന്ന് ഭയങ്കര വിഷമമുണ്ടാകും. അതുകൊണ്ട് നല്ല അത്ര നല്ല തുണികളൊക്കെ വാങ്ങി വേണം നിങ്ങളുടെ മയ്യത്തിനെ അടക്കാൻ. ഉസ്താദ് നാളെ മരണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നാളെ പറഞ്ഞു തരാം. എൻ്റെ വിഷയം അതല്ല. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹുവിനോടുള്ള കരാർ. അതേപോലെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് വരുമ്പോൾ ചില ചങ്ങാതിമാരെ രാത്രി ഉടുത്തോണ്ട് കിടക്കുന്ന കൈലി ഉടുത്തിട്ടാ വരാ. രാത്രി നമ്മൾ കൈലി മാറൂലേ, അതെടുത്തിട്ട് 3 പ്രാവശ്യം ബാത്റൂമിൽ പോകും. അതൊക്കെ 2 തുള്ളി ഈ ഭാഗത്ത് 2 തുള്ളി ഈ ഭാഗത്ത് ഒക്കെ കാണും. എല്ലാം കൂടെ കണക്കൊക്കെ ഒരു 12 തുള്ളി അതിൽ തന്നെ ഉണ്ടാകും. അതുമായിട്ടാണ് നമ്മൾ സുബഹിക്ക് പള്ളിയിൽ വരുന്നത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു കേസുണ്ട്, പോസ്റ്റ് ഓഫീസിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം എന്ന് പറയുമ്പോൾ നല്ല തേച്ച് വെച്ച പശയൊക്കെ മുക്കിയത് ഉടയാത്ത സാധനം എടുത്ത് വെച്ച് ഇങ്ങനെ പടക്കാന്ന് പോകും. അള്ളാന്റെ മുന്നിൽ കൂതറയും മറ്റുള്ളവന്റെ മുന്നിൽ ഭയങ്കര സാധനം വില കൂടിയത്. ഇല്ലേ നമ്മൾ ചെയ്യുന്ന അങ്ങനല്ലേ? അല്ലേ? രാവിലെ അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി സുബഹിക്ക് വരുമ്പോൾ നല്ല അത്തറൊക്കെ പറഞ്ഞിട്ട് പല്ലൊക്കെ തേച്ചിട്ട് വരണം. അതാണ് അള്ളാഹിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ. ഇദാ ഖുംത മിനൽ ലൈലി ഫസ്തഖ്, നിങ്ങൾ രാത്രി എഴുന്നേറ്റാൽ പല്ല് തേക്കണമെന്ന് പഠിപ്പിച്ചു. രാവിലെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് വരുമ്പോൾ നിങ്ങൾ നല്ല മിസ്വാക്ക് തേച്ച് അത്തറൊക്കെ പുരട്ടിയിട്ട് പള്ളിക്ക് വരണം. ഭയങ്കര റാഹത്താണ്. ഇത് പല്ല് തേക്കാതെ ചുമ്മാ വരും. അള്ളാഹു പറഞ്ഞ് കൈ കെട്ടി വലല്ലാലി എന്ന് പറഞ്ഞ് തൊള്ള ഉറക്കുമ്പോൾ അടുത്ത അറ്റാക്ക് വന്ന് വീഴും. ഈ സ്മെല്ലടിച്ചിട്ട് പല്ലേക്കൂലല്ലോ. പള്ളിക്ക് വരുമ്പോൾ മലക്കൊക്കെ അത് വിഷമമുണ്ടാവും. അത് ഈ കട്ടൻ പീടി അടിക്കുന്നവന്മാരാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെയും കൂടെ സ്മെല്ല് രണ്ടും കൂടെ ആകുമ്പോൾ ആകെ മൊത്തത്തിൽ അള്ളാഹ് കാത്ത് ഇമാമിന്റെ അടുക്കലൊക്കെ വന്നിക്കരുത്. അയാൾ ആയത്ത് മൊത്തം തെറ്റിപ്പോകും. അപ്പം എപ്പോഴും കാരണം ഈ മലക്കുകൾക്ക് വേദന ഉണ്ടാക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. മുഅ്മിനീങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നത് മലക്കുകൾക്കും വേദന ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി മുസ്കിരിൻ വ മുഫ്തിരിൻ, ശരീരത്തിന് വിഷമമുണ്ടാക്കുന്ന ബലഹീനമാക്കുന്ന ശരീരത്തെ അശക്തമാക്കി കളയുന്ന എല്ലാ വിഭവങ്ങളും നബിതങ്ങൾ നിരോധിച്ചു. അതിൽപ്പെട്ടതാണ് ബീഡി വലി. അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കളയണം. പാൻപരാഗ്, മുറുക്കാന്, പുകയില ഇതൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണം. കാലക്രമേണ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ബലം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കരാറാണ് ഒന്നാമത്. അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്, അല്ലാഹുവിന്റെ അടുത്ത മീസാഖ് നിങ്ങൾ മുറിക്കരുത്. രണ്ടാമത്തെ വിഷയം വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ. രണ്ടാമത്തെ കരാർ എന്താണ്? നമ്മുടെ ബന്ധങ്ങൾ ഏത് ബന്ധങ്ങളാണോ കൂട്ടിയിണക്കണമെന്ന്, ഏത് ചാർച്ചയാണോ അടുപ്പിക്കണമെന്ന് അള്ളാഹു പറഞ്ഞത്, ആ ബന്ധങ്ങളെ നിങ്ങൾ ഉടയ്ക്കരുതേ, തകർക്കരുതേ, മുറിക്കരുതേ. നല്ലപോലെ ശ്രദ്ധിക്കണം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. എന്തിനാണ് ബന്ധങ്ങൾ അടുപ്പിക്കുന്നത്? നാളെ ആഖിറത്തിന്റെ മോശമായ വിചാരണയെ ഭയപ്പെടുന്നവരാണെങ്കിൽ മിണ്ടാത്തവരോട് മിണ്ടണേ, സംസാരിക്കണേ. വയഖാഫൂന സൂഅൽ ഹിസാബ് വയഖ്ശൗന റബ്ബഹും, തന്റെ റബ്ബിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ തന്റെ കുടുംബങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവർ അടുക്കണേ, അവരോട് സലാം പറയണേ, അവരുടെ കൈ പിടിക്കണേ, അവരുടെ കവിളിലോ നെറ്റിത്തടത്തിലോ ഒരു ചുംബനം നൽകണേ. അല്ലാഹയെ പേടിക്കുന്നുണ്ടെങ്കിൽ, ആഖിറത്തിന്റെ വിചാരണയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അതാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി. അതാണ് ആഖിറത്തെ പേടിച്ചിട്ടാണ് വയഖാഫൂന സൂഅൽ ഹിസാബ്, ആഖിറത്തിന്റെ വിചാരണയെ പേടിച്ചിട്ടാണ് നമ്മുടെ ഈ ബന്ധങ്ങൾ അടുപ്പിക്കാൻ അല്ലാഹ് പറഞ്ഞത്. ഇല്ലെങ്കിൽ അവരുടെ വിചാരണ ദുർവിചാരണയായിരിക്കും, മോശമായ വിചാരണയായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുറെ നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, കുറെ ഇബാദത്തൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ രൂഢമൂലമാക്കാതെ മരണപ്പെട്ടു പോയാൽ നമുക്ക് നാളെ ദുർവിചാരണയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിലൂ അർഹാമകും വലൗ ബിസ്സലാം, ഒരു സലാമെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണമേ, കൂട്ടിയിണക്കണമേ. നബിയുനാ റസൂലുള്ളാഹി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യബ്ദഉ മൻ ലഖിയഹു ബിസ്സലാം ويبدأ من لقيه بالمصافحة
അള്ളാന്റെ റസൂല് ആരെ ആദ്യം കാണുന്നു അവർക്ക് അങ്ങോട്ട് കൈ കൊടുക്കുമായിരുന്നു. അവർക്ക് അങ്ങോട്ട് നേരെ ആദ്യത്തിൽ പോയി സലാം പറയുമായിരുന്നു. മിണ്ടാത്ത ഒരു ചങ്ങാതി ഇങ്ങനെ വരുന്നു. നമ്മളിവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്, ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കും. നമ്മളവനെ കണ്ട് ഓൻ വരുന്നത് കണ്ട്, എന്നിട്ട് നമ്മൾ കാണാത്ത പിന്നെ എന്നിട്ട് അവിടെ എന്തായി കണ്ട്. അപ്പൊ അവൻ സലാം പറയട്ടെ. ഞാൻ മൂത്ത ആളല്ല, ഞാൻ എങ്ങനെ ഓന് സലാം പറയും? ഓൻ വന്ന് എനിക്ക് സലാം പറയട്ടെ. അപ്പൊ നമ്മ ഇങ്ങനെ കാണാത്ത മതി. എന്നാലും ഒരു കണ്ണ് അങ്ങോട്ടാണ്. ഓൻ വരുന്നുണ്ട്. അവൻ ഇങ്ങനെ മുണ്ടാണ്ട് പോകും. നമ്മൾ സലാം പറയില്ല, അവനും സലാം പറയില്ല. വാശി. രണ്ടുപേർക്കും ഈഗോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? നബിയനാ റസൂലുള്ളാഹി തങ്ങളുടെ സിസ്റ്റം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലി. അല്ലാഹുവിന്റെ റസൂൽ ആരെ ആദ്യം കാണുന്നു അങ്ങോട്ട് ചാടി സലാം പറയും. കാരണം ആ കൂലി കിട്ടാൻ വേണ്ടി. കാന യബ്ദഉ മല്ലഖിയഹു ബിസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് പോയി അവർക്ക് സലാം പറയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് പോയി അവർക്ക് കൈ കൊടുക്കുമായിരുന്നു. മാ അഖദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യുർസിലഹുൽ ആഖർ. ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കൈ കൊടുത്താൽ ആ കൈ കൊടുക്കപ്പെട്ട വ്യക്തി കൈവലിക്കുന്നത് വരെ അല്ലാഹുവിന്റെ റസൂല് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് കൈയെടുക്കുമായിരുന്നില്ല. നിങ്ങൾ ഒരാൾക്ക് മുസാഫത്ത് ചെയ്ത് അങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. ആ ചങ്ങാതി വിടുന്നത് വരെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കും. ഒന്നും പറഞ്ഞ് നിങ്ങൾ മുസാഫത്താക്കും അങ്ങനെ പിടിച്ചോണ്ടിരിക്കണ്ട. അല്ല പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും മുസാഫത്താക്കണം. ഒരാൾ തന്നെ പിടിച്ചോണ്ടിരുന്നാൽ നടക്കുമോ സംഭവം? നിങ്ങൾ പിന്നെ പ്രസംഗിച്ചിട്ട് ഞാൻ ഓരോ 10 മിനിറ്റ് പിടിക്കണമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പിടിച്ചോണ്ടിരുന്നോളൂ സുബൈ വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലി ആർക്കെങ്കിലും കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ കൈ അങ്ങനെ തന്നെ പിടിക്കും. അവൻ വിടുന്നത് വരെ അല്ലാഹു റസൂൽ അങ്ങനെ വെച്ചോണ്ടിരിക്കും. നബി തങ്ങളുടെ ശൈലി അബീവേ. നമ്മളാണെങ്കിൽ വെള്ളപ്പാട്ടുകാരുടെ കൈയാണെങ്കിൽ പെട്ടെന്ന് തട്ടി മാറ്റിട്ട് പോയി കൊണ്ടുപോയിട്ട് നമ്മൾ ഡെറ്റോളിൽ കഴുകി മാറ്റുക. അഴുക്ക് പിടിച്ചവന്റെ കൈയാണെങ്കിൽ നമ്മൾ കൈ പിടിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഷ്ഠരോഗികളുടെ പാത്രത്തിൽ കൈയിട്ട് ഒരേപോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഞാനും നിങ്ങൾ കഴിക്കുമോ? ഞാൻ വലിയ പ്രാസംഗികനെന്ന് പറഞ്ഞ് ഞാൻ പോയി കഴിക്കുമോ? ഇല്ല. നമുക്കൊക്കെ ഈ പറച്ചിലേ ഉള്ളല്ലോ, പ്രവൃത്തി ഇല്ലല്ലോ. അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം, ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് സലാം പറയുകയും അങ്ങോട്ട് കൈ കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല നല്ലപോലെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലിയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, ശൈത്താന്റെ ശൈലിയാണോ ചെയ്യുന്നത്? കേട്ടോ, ഞാൻ എല്ലാ ഹദീസ് ഓതിയിട്ട് പറയാം. ശമായിൽ തുർമദി എടുത്തു വെച്ച് നോക്കിയാൽ ഇതെല്ലാം ഉണ്ട്. അല്ല ഞാൻ ചുമ്മാ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനമൊന്നുമല്ല. ഉസ്താദ് ഇരിപ്പുണ്ട്, വലിയ ഫഖീഹാണ്. 10-26 വർഷം, 30 വർഷമായി മാഷാ അല്ലാഹ്. ഇനി ഒരു 10-20 വർഷം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 30 വർഷമായി എല്ലാ ഇൽമുമായിട്ട് ബന്ധപ്പെടുകയാണ്. ഏത് വിഷയങ്ങൾ ചോദിച്ചാലും കമ്പ്യൂട്ടർ പറയുന്നാലും ഇപ്പൊ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഹദീസൊക്കെ തെറ്റാണെങ്കിൽ അപ്പോഴേ പറഞ്ഞേക്കണം. ഇപ്പൊ ശമായിലൊക്കെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആര് വന്നാലും ബഹുമാനിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ പുറയിൽ ഇച്ച കിടന്ന് ഉറങ്ങാണ്. പുറയ്ക്ക് വെളിയിൽ നിൽക്കുന്ന കമ്മിറ്റിക്കാർ രാവിലെ SKSF-ന്റെ പ്രവർത്തകർ വരുന്നു പിരിവിന് വേണ്ടിയിട്ട്. കുറച്ച് ഇറച്ചി വേണം, കുറച്ച് വേണം. നമ്മൾ മജ്‌ലിസ് കൊണ്ട് ഭക്ഷണത്തിന് കൊടുക്കാൻ ഇച്ച ഉണ്ടാ. ഓള് പറഞ്ഞു പോയിട്ട് SKSF-ന്റെ പ്രവർത്തകർ വന്നിരിക്കും, എന്താക്കണം? ഇല്ലാന്ന് പറ. ഇച്ച ഇല്ല, ഇച്ച വൈകിട്ട് വരിക, പോയിട്ട് വരും. ഇച്ചാന്റെ ചെരുപ്പുണ്ടല്ലോ, അത് മറന്നു പോയാ. തൊണ്ടി, ഇതാണ് തൊണ്ടി. ചെരുപ്പ് കൂടെ കിടക്കും. പെണ്ണെന്താക്കും? അറ്റാക്ക് വന്ന് പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ തൊണ്ടി സഹിതം പോലീസ് പിടിക്കുന്നത് കേസ്. മനസ്സിലായില്ല? കളവ് പറയുമ്പോ സൂക്ഷിക്കണം. ഇച്ചാന്റെ ചെരുപ്പിടുണ്ടോ, ഇച്ചാന്റെ കാറുണ്ടോ, ബൈക്കുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. അല്ല വെറുതെ പോയിട്ട് കള്ളം പറയാൻ നിൽക്കണ്ട. വെറുതെ പോയിട്ട് കള്ളം പറയാൻ നിൽക്കണം. ഇല്ലെങ്കിൽ പോയിട്ടോ ഇച്ച ഉറങ്ങുന്ന ഇൻഷാ അല്ലാഹ് പോയിട്ട് പിന്നെ എന്ന് പറയണം. ഇപ്പൊ ചില ആളുകളുണ്ട് വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഈ കസേര ഇട്ട് വെക്കും. എന്തിനാ? വരുന്നവർ ഇരിക്കാൻ വേണ്ടിട്ട്. ഇത് പള്ളിക്കാർ വരുമെന്ന് കണ്ടിട്ട് കസേരയെല്ലാം എടുത്ത് അകത്താക്കും. അവിടെ നിൽക്കും, കുറെ നേരം നിൽക്കും. നിന്നിട്ട് കാല് കഴിക്കുന്ന യാ അല്ലാഹ് മാസലാമ പിന്നെ വരാന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകും. അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലി അങ്ങനെയല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങയുടെ ഹളറത്തിലേക്ക് ആര് കടന്നു വന്നാലും അല്ലാഹുവിന്റെ റസൂൽ അവരെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമായിരുന്നു. റുബ്ബമാ ബസത ലഹു സൗബഹു. ചിലപ്പോൾ അല്ലാഹുവിന്റെ റസൂല് മഹാനവറുകളുടെ പ്രവാചകന്റെ മുബാറക്കായ ആ തുണി ആ വരുന്ന വിരുന്നുകാർക്ക് വേണ്ടി, അതിഥികൾക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുമായിരുന്നു. അതിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കാൻ പറയും.
വയുഅസിമുഹു അലൈഹി ബിൽ ജുലൂസി ഇൻ അബാ. വന്ന അതിഥികൾ ഇല്ല വേണ്ട ഞങ്ങൾ നിന്നോളാം പറ്റൂല, അങ്ങനെ നിന്നോളാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സമ്മതിക്കൂല. നിർബന്ധിച്ച് അവരെ പിടിച്ച് അതിൽ ഇരുത്തുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്ക്, നമ്മളൊക്കെ ചില ആൾക്കാർ പറയില്ലേ ഇരിക്ക്, ഇല്ല കുഴപ്പമില്ല ഇരിക്കപ്പ എന്ന് പറഞ്ഞാൽ ഇരിക്കണം, അവരെ പിടിച്ച് അവിടെ ഇരുത്തണം. നബിയുടെ ശൈലി അതാണ് സംഭവം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തബന്ധുക്കളെ മാത്രമല്ല, രക്തബന്ധുക്കളുമായുള്ള ബന്ധം മാത്രമല്ല, ആര് വന്നാലും ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്ന് ഇരിക്കുമ്പോൾ ഇസ്തഅദന റജുലുൻ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഒരാൾ അനുവാദം ചോദിക്കുകയാണ്. ആരാണ് അനുവാദം ചോദിച്ചത്? ആ നാട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവി, മനുഷ്യന്മാർക്ക് കണ്ടുകൂടാത്ത ഒരു സാധനം. ചില ആളുകളുണ്ടല്ലോ, ചില നമ്മുടെ നാട്ടില് കള്ളും കുടിച്ചിട്ട് പിന്നെ പുകയടിച്ചിട്ട് ഇങ്ങനെ നടക്കും, ആർക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെയുള്ള സാധനം. ഉസ്താദിനെ കാണാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചോദിക്കും, ഉസ്താദ് എന്നെ ചങ്ങാതി ഉസ്താദിനെ അന്വേഷിക്കുന്നുണ്ട്, ശൈത്താൻ അവൻ പോകാൻ പറ, ഇവിടെ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറയൂലേ. നാട്ടിലെ ഏറ്റവും മോശക്കാരനായ ഒരാളെ വിഐപികൾ കാണാൻ ഇഷ്ടപ്പെടൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് നികൃഷ്ടനായ ഒരു വ്യക്തി, നാട്ടിലെ ബിസബിനുൽ അശീറ, വെറും മോശക്കാരനാണ്, ആ മോശമായ ഖബീലയിലുള്ള വ്യക്തിയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് അനുവാദം ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയതമയായ ആയിഷ ബീവി ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഒരാൾ അങ്ങയോട് കടന്നു വരാൻ അനുവാദം ചോദിക്കുകയാണ്. ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആഹാ, അത് മോശമായ ഒരു വ്യക്തിയാണല്ലോ, വൃത്തികെട്ടവനാണല്ലോ, നികൃഷ്ടനാണല്ലോ, അവനാണോ എന്നെ അന്വേഷിച്ചു വന്നത്? ഫഅദിന ലഹു. അത്ര പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, അവനെ കടന്നു വരാൻ പറയണേ. ആ വ്യക്തിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് കടന്നു വരാൻ അനുവാദം നൽകുകയാണ്. അവനാണോ ആ കള്ളുകുടിയൻ, അവനാണോ? ശരി, വാ, അല്ലാതെ പോകാൻ പറ, ഇപ്പൊ എനിക്ക് സമയമില്ല, ഞാനിപ്പോ വിശ്രമത്തില, അതൊന്നുമല്ല നബി തങ്ങൾ പറഞ്ഞത്. ഓനെ കടത്തിവിട്, വരാൻ പറ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ആ സഹോദരൻ കടന്നു വന്നപ്പോ ഫഅലാന ലഹുൽ ഖൗലാ, അല്ലാഹുവിന്റെ റസൂൽ മാന്യമായ നിലയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. ഒരു വിഐപിയോട് സംസാരിക്കുന്നത് പോലെ ആ നാട്ടിൽ ആർക്കും വേണ്ടാത്ത നികൃഷ്ടനായ വ്യക്തിയോട് അല്ലാഹുവിന്റെ റസൂൽ മാന്യമായിട്ട് ബഹുമാന പുരസ്സരം സംസാരിച്ചു. ഫഖറജ, അദ്ദേഹം സംസാരമെല്ലാം കഴിഞ്ഞ് പുറപ്പെട്ടു പോയപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നമാ ഖുൽത മാ ഖുൽത വഅലൻത ലഹുൽ ഖൗല, നിങ്ങളല്ലേ പറഞ്ഞത് ആ ചങ്ങാതി മോശമാണ്, അവൻ നികൃഷ്ടനാണ്, ഈ നാട്ടിലെ ഏറ്റവും വലിയ നികൃഷ്ടനാണ്, നികൃഷ്ടനായ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് അവനോട് ഫഅലൻത ലഹുൽ ഖൗല, മാന്യമായി നിങ്ങൾ സംസാരിച്ചില്ലയോ ഹബീബേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ശർറുന്നാസി, ജനങ്ങളിൽ ഏറ്റവും നികൃഷ്ടനായ വ്യക്തി മൻ ഒരുവനാണ്, വദഅഹുന്നാസു ഔ തറകഹുന്നാസു ഇസ്തിഖാഫുഹി. ജനങ്ങളിൽ മോശക്കാരൻ ആരാ? ആയിഷയോട് പറഞ്ഞു കൊടുക്കാണ്, ആരാ മോശക്കാരൻ? അവന്റെ വൃത്തികെട്ട സ്വഭാവം കാരണം ജനങ്ങൾ മുഴുവനും അവനെ ഒഴിവാക്കും, ആരും അവനോട് സഹകരിക്കില്ല. അങ്ങനെയുള്ളവനാണ് നാട്ടിലെ വൃത്തികെട്ടവൻ. അവരും നമ്മളോട് വന്നാൽ അവർക്കും മാന്യമായ നിലയിൽ സംസാരിക്കണം ആയിഷ, അതാണ് എന്റെ ശൈലി. നമ്മൾ സംസാരിക്കുമോ? മാന്യത ഉള്ള ആളുകൾ വന്നാൽ സംസാരിക്കൂല, പിന്നെ മാന്യത ഇല്ലാത്തവൻ വന്നാൽ സംസാരിക്കും. മാന്യന്മാര് വന്നാലും നമ്മൾ സംസാരിക്കൂല. എന്നാൽ നബിയുടെ ശൈലി അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബാക്കളിലെ അവസാനത്തെ സ്വഹാബിയാണ് അബൂ തുഫൈൽ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുകയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഗുലാം, ഞാൻ പൈതലായിരിക്കുമ്പോ, ഞാൻ കുട്ടിയായിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കാണുകയാണ്. ഇത് അഖ്ബലത് ഇംറഅത്തുൻ ഹത്താ ദനത് മിൻഹു, ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ വസ്ത്രം അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും
വലിയ മാന്യരെ ആദരിക്കുന്നതിനാണ് വസ്ത്രമൊക്കെ വിരിച്ചു കൊടുത്തവിടെ. ഇപ്പൊ കർണാടകയിലൊക്കെ പ്രസംഗിക്കാൻ പോയാലേ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഈ കസേരയിലൊക്കെ അവർ വലിയ തുണിയൊക്കെ വിരിച്ചിട്ട് തരും. കർണാടകയിലൊക്കെ പ്രസംഗിക്കാൻ പോയാൽ ഇവിടെ ചില സ്ഥലത്ത് ചില സ്ഥലത്ത് കാണൂല. ഉസ്താദൊക്കെ ഇരിക്കുന്ന കസേരൊക്കെ വിരിച്ച് ഒരു ഇതൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് വിരിച്ച് അങ്ങനെ ഇട്ട് തരും. അതിനകത്തിരിക്കും ഒരു ബഹുമാനാണ് തുണിയൊക്കെ വിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കാം. നമുക്ക് ഇപ്പൊ ഈ ചില കല്യാണ വീടുകളിലൊക്കെ ഈ താഴെ ഈ നല്ല പരവതാനി പോലെ ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നില്ലേ, നടന്നു വരാണെന്ന് ബഹുമാന പുരസ്സരം ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയാണ്. അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, എന്റെ ചെറുപ്പത്തിൽ ഞാൻ എന്റെ ഹബീബിനെ കാണുകയാണ്. ഒരു സഹോദരി നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ വസ്ത്രം അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുകയും അവരതിൽ ഇരിക്കുകയും വിശ്രമിക്കുകയും ചെയ്തത് ഞാൻ കാണുകയുണ്ടായി. ഞാൻ സഹാബത്തിനോട് ചോദിച്ചു, മൻ ഹാദിഹി, ആരാണ് ഈ പെണ്ണെന്ന് ചോദിച്ചപ്പോ ഖാലൂ, സഹാബത്ത് പറയുകയുണ്ടായി, ഉമ്മഹുല്ലതി അർളഅതുഹു, നബി തങ്ങൾക്ക് മുല കൊടുത്ത ഉമ്മയാണ്. നബിതങ്ങളുടെ സ്വന്തം ഉമ്മല്ല, നബിതങ്ങൾക്ക് പാല് കൊടുത്ത ഉമ്മയാണ്. വല്ലപ്പോഴും ഒരു പ്രാവശ്യം കണ്ട് ഒരു തടം പാല് കുടിച്ചാണ്. ആ ഉമ്മ കടന്നു വന്നപ്പോ നബിതങ്ങൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉമ്മ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് വിശാലമായിട്ട് അവിടെ ഇരുത്തി ബഹുമാനിച്ച് ആദരിച്ചു. ഇതാ നബിതങ്ങള്. നമ്മുടെ സ്വന്തം ഉമ്മ വന്ന ഗെറ്റ് ഔട്ട്. സ്വന്തം ഉമ്മ വന്ന തള്ളിക്കളയും നമ്മൾ. സ്വന്തം ഉമ്മയെ ഉപ്പയും കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഭാര്യയായിട്ട് സുന്ദരിയായ ഭാര്യയും 5000 സ്ക്വയർ ഫീറ്റ് പുരയിലും അടിച്ചു പൊളിച്ചു കഴിയുമ്പോ നമ്മുടെ ഉമ്മ കേവലം 400 സ്ക്വയർ ഫീറ്റ് ലക്ഷം വീട് കോളനിയില് ആ ചെറിയ കൂടാരത്തിലാണ് കിടന്നുറങ്ങുന്നത്. ഓർക്കണം, അവന് സ്വസ്ഥമായി സ്വർഗത്തിൽ ഉറങ്ങാൻ പറ്റൂല. ഉമ്മാന്റെ മഹത്വം എന്ത് മനസ്സിലാക്കി? അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഹമൽതു ഉമ്മി അലാ ഉനുഖി ഫർസഖൈൻ ഫീ റംളാ ശദീദാ, കൊടും ചൂടിൽ സഹാറ മരുഭൂമിയെ വെല്ലുന്ന തരത്തിലുള്ള ഭയങ്കരമായ കൊടും ചൂടിലൂടെ ആ മരുഭൂമിയുടെ മുകളിലൂടെ എന്റെ വന്ധ്യവയോധികയായ വൃദ്ധയായ ഉമ്മയെ എടുത്തു വെച്ചുകൊണ്ട് ഫർസഖൈൻ, കിലോമീറ്ററുകളോളം ഞാൻ നടന്നുപോയി നബിയേ. ആ സഹാബി പറയുകയാണ്, ആ മരുഭൂമിയുടെ ചൂടിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണ്. ആ മരുഭൂമിയുടെ മടിത്തട്ടിലെ മണൽപ്പരപ്പിലെങ്ങാനും ഒരു കഷണം ഇറച്ചി വീണാൽ അത് കത്തിച്ചാമ്പലായി കരിഞ്ഞു പോകും. അത്രത്തോളം കൊടും ചൂടിലൂടെ എന്റെ ഉമ്മയെ ഞാൻ ചുമലിലെടുത്ത് വെച്ചുകൊണ്ട് ഫർസഖൈനി, കിലോമീറ്ററുകളോളം ഞാൻ നടന്നുപോയി എന്റെ ഉമ്മയെ ഞാൻ സഹായിച്ചു നബിയേ. ഫഹൽ അദ്ദൈതു ശുക്റഹാ, എന്റെ ഉമ്മയോടുള്ള ആ നന്ദി ഞാൻ നിറവേറ്റിയോ റസൂലേ. എന്റെ ഉമ്മ എനിക്ക് ചെയ്ത നന്ദിയായോ നബിയെ? കൊടും ചൂടില് ഒരു കഷ്ണം ഇറച്ചി ആ മരുഭൂമിയിലുള്ള അതങ്ങനെ പെട്ടെന്ന് വേവും. അത് തന്തൂരി ചിക്കനായി മാറും. മനസ്സിലായില്ലേ? അത് അൽഫഹമായി മാറും. അങ്ങനത്തെ ചൂടില് എന്റെ ഉമ്മ നടക്കാതെ എന്റെ ഉമ്മയെ ഞാൻ എടുത്ത് എന്റെ തോളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകണം. കിലോമീറ്ററുകളോളം, 5-6 കിലോമീറ്ററുകളൊക്കെ വരും ഫർസഖൈനിന്റെ കണക്ക് പ്രകാരം. ആ കിലോമീറ്ററുകളോളം ഞാൻ എന്റെ ഉമ്മയെ കൊണ്ട് നടന്നു. എന്റെ ഉമ്മയോടുള്ള ആ നന്ദി കടപ്പാട് ഞാൻ പൂർത്തിയാക്കിയോ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ലഅല്ലഹു അൻ യകൂന ബിതൽഖത്തിൻ വാഹിദ. ആ ഉമ്മ തന്നെ പ്രസവിക്കാൻ നേരത്തെ അവർ അനുഭവിച്ച വേദനയുടെ എത്രയോ ത്യാഗമാണ് അനുഭവിച്ചത്. അതിൽ ഒരു ഭാഗം പോലും പൂർത്തിയായിട്ടില്ല മകനെ. നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിക്കാൻ വേണ്ടി നെക്കുണ്ടല്ലോ, ആ ത്യാഗം അതിന്റെ ഒരംശമായിട്ടില്ല. എന്തായാലും ഇത്രത്തോളം ത്യാഗമൊന്നും നമ്മുടെ ഉമ്മായെ വെച്ചിട്ട് നമ്മൾ ചെയ്യൂല. ആരും ചെയ്യൂല. ഇത്രത്തോളം ത്യാഗവും നമ്മുടെ ഉമ്മായെ കൊണ്ട് നമ്മൾ ചെയ്യൂല, ആരും ചെയ്യൂല. മറ്റൊരു സഹാബി കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മി ഖറ
خلفت عندي وأنا أطعمها وأسقيها بيدي وأوليها. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മ എന്നോടൊപ്പമാണ് നബിയേ. എന്റെ ഉമ്മ അവശയാണ്. എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത്. എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് വെള്ളം കുടിപ്പിക്കുന്നത്. എന്റെ ഉമ്മയെ ഞാനാണ് ഒതുവെടുപ്പിക്കുന്നത്. എന്റെ ഉമ്മയെ ഞാൻ എന്റെ ചുമലിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്റെ ഉമ്മയെ ഞാൻ എന്റെ ചുമലിലാണ് കൊണ്ട് നടക്കുന്നത്. എന്റെ ഉമ്മ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രത്യുപകാരമാകുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ വലാ വാഹിദതൻ മിൻ മിആ. നിന്റെ ഉമ്മ നിനക്ക് ചെയ്തു തന്ന 100ന്റെ 1% ഇനി എന്ത് ചെയ്യാനോ? ഉമ്മാക്ക് ഇങ്ങനെ നമ്മൾ ആരെല്ലാം ചെയ്യോ? ഉമ്മയെ കുളിപ്പിക്കുന്നത് ഞാൻ, ഒതുവെടുപ്പിക്കുന്നത് ഞാൻ, ഭക്ഷണം വാരി കൊടുക്കുന്നത് ഞാൻ, നിസ്കരിക്കാൻ സഹായിക്കുന്നത് ഞാൻ, ഉമ്മ എടുത്തുകൊണ്ട് നടക്കുന്നത് ഞാൻ. എന്റെ ഉമ്മ എനിക്ക് ചെയ്തെന്ന ശുക്ർ മതിയായോ? അതിന് പ്രത്യുപകാരമാകുമല്ല. 100ന്റെ 1% മോനെ. ആ ഉമ്മയുമായിട്ട് നാം വേണ്ടിയിട്ട് എത്ര വർഷമായി? ഉമ്മയോട് ചൊടിച്ച മകൻ എത്ര വർഷങ്ങളായി ഉമ്മയോട് ചൊടിച്ചിട്ട്? ഉമ്മയോട് മിണ്ടാണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് കരുതുന്നുണ്ടോ? ഒരു ഹദീസൂടെ കേട്ടോളി, മറ്റൊരു ഹദീസൂടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇൻ ഫതഹല്ലാഹു അസ്സ വജല്ല അലൈക മക്കത ഇന്നി നദർതു അൻ നുഖബ്ബില അസ്ഫുലൽ ഉസുഖിഫാ. നബിയെ, പരിശുദ്ധമായ മക്കം ഫതഹ് അങ്ങേക്ക് അല്ലാഹു സൗകര്യമാക്കി സജ്ജമാക്കി വിജയിപ്പിച്ചു തന്നാൽ, മക്ക അങ്ങേക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നാൽ, ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു നബിയെ, കഅബയുടെ വാതിൽക്കൽ പോയി ആ വാതിലിന്റെ അടിഭാഗം ഞാൻ മുത്തമിടാം. ഫഉഖബ്ബിലു അസ്ഫുലൽ ഉസുഖിഫാ. ആ കഅബയുടെ വാതിൽ മുത്താമെന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് നബിയേ. സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഏ സഹാബാ, قبل قدمي أمك وقد وفرت نذرك وقد وفيت نذرك. قبل قدمي أمك. നിന്റെ ഉമ്മാന്റെ കാല് പോയി ചുംബിക്കടോ. നിന്റെ മാതാവിന്റെ കാല് നീ ചുംബിക്കണേ. وقد وفيت نذرك. നിന്റെ നേർച്ച സഫലമായി പൂർത്തിയാക്കപ്പെട്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മാന്റെ കാല് ചുംബിക്കണം ട്ടോ. ഉമ്മാന്റെ കാല് ചുംബിക്കണം, ഉമ്മാന്റെ നെറ്റി ചുംബിക്കണം. മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മിഹി കുന്ന ലഹു സിത്റൻ വഹിജാബൻ മിനൻ നാർ. ആരെങ്കിലും തന്റെ മാതാവിന്റെ നെറ്റിത്തടം ചുംബിച്ചാൽ, രണ്ട് കണ്ണുകൾക്കിടയിൽ തന്റെ ഉമ്മയെ ഒന്ന് ചുംബിച്ചാൽ സ്വർഗത്തിലേക്ക് കടക്കണം. സ്നേഹവാത്സല്യത്തോടെ തന്റെ ഉമ്മയെ ഒന്ന് ചുംബിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ കുന്ന ലഹു സിത്റൻ വഹിജാബൻ മിനൻ നാർ. നാളെ നരകത്തിനൊരു മറയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചുംബിച്ചോ. പെമ്മക്കളൊക്കെ ഉമ്മാന്റെ ഒപ്പം ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചുംബിച്ചോ, സ്വർഗത്തിൽ പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖതഅ ഖാരിബഹു ളുഅഫാഉ വഹജറഹും വതകബ്ബറ അലൈഹിം ولم يصلهم ببره وإحسانه ويسرف صدقته إلى غيرهم لم يقبل الله صدقته أو كما قال عليه السلام. ചില ആളുകൾ നമ്മുടെ കുടുംബക്കാരെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയിട്ട് ഒരുപാട് സദഖകളും സംഭാവനകളും ഒക്കെ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യും. നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നവർ ഇങ്ങോട്ടൊന്ന് അവരുടെ ശ്രദ്ധയൊന്ന് തിരിച്ചുവിടണേ. ഇനി നമ്മൾ കേൾക്കേണ്ട വിഷയം അരമണിക്കൂർ നമുക്ക് റാത്തായിട്ട് പറയാം. അല്ലാഹു ആഫിയത്ത് ആരോഗ്യം തരട്ടെ. അത് അരമണിക്കൂർ തീരൂല. എന്നാലും കേട്ടോളി.
ഇച്ചന്മാരെല്ലാം പോകാൻ സമ്മതിക്കല്ല, ഇരിക്കണം. കാരണം മുണ്ടാണ്ട് ചൊടിച്ചിട്ട് പോകുന്ന ഇച്ചന്മാരാണെങ്കിൽ നാളെയും ചൊടിച്ചിരിക്കും. കബർ വരെ ചൊടിച്ചിരുന്നാൽ മലക്കുകൾ ഇച്ചയോട് ചൊടിക്കും. പിന്നെ ചൊടിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇടി കിട്ടുന്നില്ല, സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അതിന്റെ ഹദീസ് ഇപ്പോൾ തരാം കേട്ടോളി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഫഹൽ അസൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് فأصمهم وأعمى أبصارهم. ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയവരെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ, അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, അവർ ശപിക്കപ്പെട്ടവരാണ്, അവർ മൂകരാണ്, ബധിരരാണ്. മൻ ഖതഅ അഖാരിബഹു ളുഅഫാ വഹജറഹും വതകബ്ബറ അലൈഹിം വലം യസിൽഹും ബിബിർരിഹി വഇഹ്സാനിഹി വഹുവ ദാഖിലുൻ ഫീ ഹാദൽ വഈദ് വഹുവ ദാഖിലുൻ في هذا الوعيد محروم عن دخول الجنة. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, നിങ്ങൾ ബന്ധങ്ങളെ മുറിച്ചു മാറ്റിയാൽ, ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചാൽ, നിങ്ങളെ ശപിക്കപ്പെട്ടവരായി മാറുകയും നിങ്ങൾ മൂഖരായി അധപ്പതിക്കുകയും ബധിരരായി തീരുകയും ചെയ്യുമെന്ന് അല്ലാഹു അവന്റെ ഖുർആനിൽ പഠിപ്പിച്ചുവെങ്കിൽ, ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ അതിന്റെ വ്യാഖ്യാനത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ആരെങ്കിലും തന്റെ കുടുംബത്തിലെ ബലഹീനരായ, സമ്പത്തില്ലാത്ത, അവശരായ, ആലംബഹീനരായ രക്തബന്ധുക്കളെ മുറിച്ചു മാറ്റുകയും വഹജറഹും അവരോട് വിട പറഞ്ഞ് അവരുമായി ബന്ധമില്ലാതെ ജീവിക്കുകയോ വതകബ്ബുറ അലൈഹിം അവരോട് കിബറോടുകൂടി അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ കഴിഞ്ഞുകൂടുകയും ചെയ്താൽ ഫഹുവ വഈദുൻ ഫീ ഹാദിഹിൽ ആയാ അവൻ വഹുവ ദാഖിലുൻ ഫീ ഹാദൽ വഈദ്. അല്ലാഹു ഈ പറഞ്ഞ ഈ ഒരു ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കേണ്ടി വരും. അവൻ ശപിക്കപ്പെട്ടവനായി മാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം അവന് നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്. സ്വർഗത്തിലേക്ക് അവന് പ്രവേശനമില്ല. കാരണം തന്റെ കുടുംബക്കാരെ മുറിച്ചു മാറ്റിയവനാണ്. പൈസയുള്ള കുടുംബക്കാരായിട്ട് ഭയങ്കര ചങ്ങാത്തം, ഭയങ്കര പൈസയുള്ള കുടുംബക്കാരുമായിട്ട് 4 വണ്ടി 5 വണ്ടി, പൈസയില്ല. അങ്ങ് ഓരോരുത്തർ പുറമ്പോക്കില് എവിടെയെങ്കിലും ഷെഡടിച്ച് താമസിക്കുമ്പോൾ എന്റെ മൂത്താപ്പായാണിത്, എന്റെ കൊച്ചാപ്പാണിത്, എന്റെ അമ്മായിയമ്മാണെന്ന് പറയാൻ ഒരു നാണക്കേട്, ലജ്ജ. കാരണം എന്താ? OBC ലോക്കൽ BPL കാർഡുകാരൻ, APL കാർഡുകാരൻ BPL കൂടെ യോജിക്കുമോ? യോജിക്കൂല സംഭവം. അപ്പൊ അതുകൊണ്ട് അവരെ അകറ്റി നിർത്തുകയാണ്. എന്നിട്ട് ഇയാൾ ഭയങ്കരമായ ഇബാദത്ത്, ഭയങ്കര സദഖ. ഇവന്റെ സദഖ അല്ലാഹു സ്വീകരിക്കുകയില്ല. മൻ ഖതഅ ഖാരിബഹും വഫാ വയുസ്രിഫു സദഖതഹു ഇലാ ഗൈരിഹിം. ഈ സാധുക്കളായ ഇവന്റെ കുടുംബത്തിൽ എത്രയോ അർഹരുണ്ടായിട്ട്, എത്രയോ പട്ടിണി പാവങ്ങൾ ഉണ്ടായിട്ട്, സാധുക്കൾ ഉണ്ടായിട്ട്, ആലംബഹീനരുണ്ടായിട്ട്, ബലഹീനരുണ്ടായിട്ട്, യതീമായ കുഞ്ഞുമക്കൾ ഉണ്ടായിട്ട്, ഇവന്റെ സമ്പത്തും സദഖയും അവർക്ക് കൊടുക്കാതെ വയുസ്രിഫു സദഖതഹു ഇലാ ഗൈരിഹിം, മറ്റുള്ളവരിലേക്ക്, മറ്റു മഹല്ലുകളിലേക്ക് ഇവന്റെ സദഖകൾ ഇവൻ വ്യാപിപ്പിച്ചാൽ ലം യഖ്ബലില്ലാഹു സദഖതഹു വലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം കമാ ഖാല റസൂലുള്ളാഹി. അവന്റെ ഒരു കാരക്കയുടെ കീറ് പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. കുടുംബക്കാരനുമായി ബന്ധം വിച്ഛേദിച്ചിട്ട് റമളാനിന്റെ മാസമാകുമ്പോ ലോഡ് കണക്കിന് അരി ഇറക്കി കൊടുക്കുന്നവരെ, 100 കണക്കിന് സമൂസ കൊടുക്കുന്നവരെ, കിൻഡൽ കണക്കിന് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി
ഭക്ഷണങ്ങളും ഈത്തപ്പഴവും കാരക്കയോ പാലും മോരും ചായയും നാരങ്ങ വെള്ളവും കൊടുക്കുന്നവരാണെങ്കിൽ ലം യഖ്ബലില്ലാഹു സദഖതഹു, അവന്റെ ഒരു കാരക്കയുടെ കീർ അല്ലാഹു സ്വീകരിക്കുകയില്ല. അത് മാത്രല്ല, സ്വീകരിക്കില്ല എന്ന് മാത്രല്ല, വലാ യൻളുറുല്ലാഹു ഇലൈഹിം വലാ യുസക്കീഹിം വലാ യുകല്ലിമുഹും യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇവനെ സഹായിക്കുകയില്ല, ഇവനെ കടാക്ഷിക്കുകയില്ല, ഇവനെ സംസ്കരിക്കുകയില്ല, ഇവനോട് സംസാരിക്കുകയില്ല. വഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്, നരകത്തിലാണ്. അല്ലാഹുമ്മ അഇദ്നാ മിൻ ദാലിക, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കിൻഡൽ കണക്കിന് സദഖ പോയി ചെയ്യും, സ്വന്തം കുടുംബത്തിൽ അർഹരായവരുണ്ട്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, വബ്ദഅ ബിമൻ തഊൽ, രക്തബന്ധുക്കളെ കൊണ്ട് സദഖ കൊടുക്കാൻ തുടങ്ങണേ. രക്തബന്ധുക്കളെ കൊണ്ട് തുടങ്ങുന്ന സദഖ ചെയ്യാൻ നിങ്ങൾ കൊണ്ടുപോയിട്ട് അവിടുത്തെ ആലമ്പാടി ജമാഅത്തിലെ ഖിളർ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഈ മഹല്ലിൽ തന്നെ നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ രക്തബന്ധുക്കളൊക്കെ ഉണ്ടായിട്ട് അവർക്കൊന്നും നോമ്പ് തുറക്കാനുള്ള പൈസ ഇല്ല, വകയില്ല, അവരുടെ മക്കൾക്ക് പഠിക്കാൻ വകയില്ല, അവരുടെ വീട് വെക്കാൻ വകയില്ല, എന്നാൽ എനിക്ക് നല്ല സമ്പത്തുണ്ട്. ഇവൻ കൊണ്ടുപോയിട്ട് നായമാർ മൂല കൊടുക്കാൻ പോകേണ്ട ആവശ്യം എന്ത്? ഇവൻ കൊണ്ടുപോയിട്ട് ചെറുക്കളത്ത് കൊടുക്കേണ്ട ആവശ്യം എന്ത്? ഇവൻ കൊണ്ടുപോയിട്ട് കുമ്പളയിൽ കൊടുക്കേണ്ട ആവശ്യം എന്ത്? ഇല്ല, അവന്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ അവൻ കൊടുക്ക്. അവന്റെ രക്തബന്ധുക്കളെ കൊണ്ട് അവൻ സദഖ ചെയ്ത് തുടക്കം കുറിക്ക്. അതല്ലേ വേണ്ടു. അത് കൊടുക്കാതെ പേരെടുക്കാൻ വേണ്ടി അവിടെ കൊടുത്തു. അത് ഇന്ന ഇച്ച രണ്ടിലോട് കൊണ്ടുവന്നു, ഇന്ന ഇച്ചാടെ സമൂസയാണ്, ഇന്ന ഇച്ചാടെ ബോണ്ടയാണ്, ഇന്ന ഇച്ചാടെ കാരക്കയാണ്, ഇന്ന ഇച്ചാടെ മുന്തിരിങ്ങയാണ്. ഇച്ചാടെ മുന്തിരിങ്ങ അടിച്ചുകൊണ്ട് തന്നു. സ്വന്തം കുടുംബക്കാരൻ അവിടെ കിടപ്പുണ്ട്, ഒരു മുന്തിരിക്ക തിന്നാനോ ഒരു കാരക്ക കീർക്ക് തരാനോ ഇല്ല, അതൊന്നും ഇല്ല. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്ക്, തന്റെ കുടുംബത്തെ സംരക്ഷിക്കുക, തന്റെ രക്തബന്ധുക്കളെ സഹായിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ശൈലി അതായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ശൈലി അതായിരുന്നു. നബീന റസൂലുള്ളാഹി തങ്ങളുടെ എത്ര അകന്ന ബന്ധമാണ്. ഫലമ്മാ ജിയ ബി ഉഖ്തിഹി മിനർ റളാഅത്തി അശ്ശൈമാ, നബീന റസൂലുള്ളാഹി തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ പേര് ഷൈമ എന്നാണ്. ഫീ ഹവസബായ ഹവാസിൻ, ഹവാസിൻ യുദ്ധത്തിലെ തടവ് പുള്ളികളായി പിടിക്കപ്പെട്ട കൂട്ടത്തില് കുഫാറുകളോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. നബി തങ്ങളുടെ മുലകുടി ബന്ധത്തില് എത്രയോ കാലഘട്ടം മുമ്പ് നബി തങ്ങൾക്ക് പോലും ഓർമ്മയില്ല. നബി തങ്ങൾ പാല് കുടിച്ച ഉമ്മയിൽ നിന്ന് പാല് കുടിച്ച ഒരു സഹോദരിയെ ഹവാസിൻ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കൊണ്ടുവരികയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നബിയേ, ഈ പെണ്ണ് അങ്ങയുടെ മുലകുടി ബന്ധത്തിലെ ഒരു അകന്ന ബന്ധുവാണ്, ഒരു സഹോദരിയാണ്. അവളെയാണ് തടവ് പുള്ളിയായി പിടിക്കപ്പെട്ട് കൊണ്ടുവന്നത്. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂല് മനസ്സിലായപ്പോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി തങ്ങളുടെ മുബാറക്കായ ആ തുണി വിരിച്ചു കൊടുത്തിട്ട് അവളെ അതിലിരുത്തിയിട്ട് പറഞ്ഞു, എന്റെ സഹോദരി, ഇൻ അഖംതി ഇൻ അഹബബതി അഖംതി ഇന്ദി മുകറമതൻ വ മഹബ്ബാ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോടൊപ്പം നിനക്ക് താമസിക്കാം. പൂർണ്ണ സുരക്ഷിതത്വത്തോടെ, പൂർണ്ണ സംരക്ഷണയോടെ നിനക്ക് വേണ്ടി ഞാൻ എന്തും സഹായിക്കാൻ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഔ മത്തഅതുകി, അതല്ല, നീ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ സഹോദരങ്ങളിലേക്ക്, നിന്റെ നാട്ടുകാരിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹമെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള മോചനദ്രവ്യം എന്റെ കൈകൊണ്ട് ഞാൻ നൽകുകയും നിന്റെ കുടുംബക്കാരിലേക്കും നാട്ടുകാരിലേക്കും നിന്നെ ഞാൻ പറഞ്ഞയക്കാം. നിന്നെ തടവ് പുള്ളിയായി ഞാൻ ഇവിടെ പൂട്ടിയിടുകയില്ല. വേണമെങ്കിൽ ചെയ്യാമായിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ ഒരു സഹോദരി, പക്ഷെ തടവുള്ളിയെ പിടിക്കപ്പെട്ടു. തടവുള്ളി ആണെങ്കിൽ കിടന്നേ പറ്റുള്ളൂ ജയിൽ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ സഹോദരിയ, അള്ളാഹുവിന്റെ റസൂൽ മോചനദ്രവ്യം കൊടുത്തവരെ മോചിപ്പിക്കാൻ തയ്യാറായി. ആ സഹോദരി പറഞ്ഞു, ഇല്ല, എനിക്ക് എന്റെ സഹോദരങ്ങൾ, എന്റെ നാട്ടുകാരടുക്കലേക്ക് പോയാൽ മതി. ഫഖ്താറത്ത് ഖൗമഹ, ആ സമുദായത്തെ അവൾ തെരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ റസൂൽ അവളെ വിട്ടയച്ചു. വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തില്ല നബി തങ്ങൾ. നമുക്ക് പിന്നെ വിട്ടുവീഴ്ച ചെയ്ത് എന്താ ഇച്ഛ? ഒരു ഹദീസ് കേട്ടോളി. അന്ന യഹൂദിയ, ഒരു യഹൂദിയായ പെണ്ണ്, അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശാത്തിൻ മസ്മൂമ,
വിഷം കലർത്തപ്പെട്ട ഇറച്ചിയായിട്ട് നബിതങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വധിക്കാൻ കൊല്ലാൻ വിഷം ചേർത്ത മാംസവുമായി നബിയുടെ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്, ഹബീബായ തങ്ങൾ അത് കഴിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവരികയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ പെണ്ണെ എനിക്ക് നീ വിഷം നൽകിയത്? അറത്തു ഖത്ലക, നിന്നെ കൊല്ലാനാണ് മുഹമ്മദ് ഞാനത് ചെയ്തത്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ എന്റെ കാര്യം ഏൽപ്പിച്ചിട്ടേ ഇല്ല. മായുസല്ലിതുല്ലാഹു അലൈകി ഖത്ലകി അലൈകി, നിന്റെ മേൽ എന്നെ കൊല്ലാൻ അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിട്ടേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ അവളോട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഓരിപ്പിടിച്ച വാളുമായി കടന്നു വന്നിട്ട് പറഞ്ഞു, അലാ നഖ്തുലുഹാ, നബിയെ അവളുടെ തല ഞാൻ കൊയ്തെടുക്കട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട ഉമറേ, വേണ്ട ഉമറേ, വേണ്ട ഉമറേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവളെ വെറുതെ വിട്ടയച്ചു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു വിഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ തളം കെട്ടി കിടക്കുകയും മരണം വരെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇതിന്റെ വേദന ഉണ്ടാവുകയും ചെയ്തു. അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ ഇതിന്റെ വേദന ഉണ്ടായിരുന്നു. മുഹദ്ദിഥീങ്ങൾ പറയുന്നു, ഷഹീദാണ് അള്ളാന്റെ റസൂല്. അള്ളാന്റെ റസൂൽ ഷഹീദാണ്. രണ്ടുപേര് വധിക്കപ്പെടാതെ ഷഹീദായവരുണ്ട്. അതിലൊന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ, രണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഗാർ ഹിറായിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖിന്റെ കാലില് പാമ്പ് കൊത്തിയില്ലേ, വിഷം കേറിയില്ലേ? ആ വിഷത്തിന്റെ വേദന മരണം വരെ ഉണ്ടായിരുന്നു. അപ്പൊ മുഹദ്ദിഥീങ്ങൾ പറയുന്നു, രണ്ട് ശുഹദാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖും സാധാരണ മരണമാണ് വരിച്ചതെങ്കിലും അവർ ഷഹീദിന്റെ പട്ടികയിലാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാനാണ് വിഷം കൊടുത്തത്. ആ ഒരു വേദന, അതിന്റെ ഒരു അംശം മരണം വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതേപോലെ അല്ലാഹുവിന്റെ റസൂലിനെ ഗാർ ഹിറായിൽ വെച്ച് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ മടിയിലെ കിടത്താൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായ സഹയാത്രികനായ സഹപ്രവർത്തകനായ സഹായിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിലേക്ക് വിഷപ്പാമ്പ് കൊത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറക്കം നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വേദന കടിച്ചമർത്തുകയാണ് ചെയ്തത്. ആ സമയം കൊണ്ട് തന്റെ ശരീരത്തിലൂടെ വിഷം ഉള്ളിലേക്ക് കടക്കുകയായി. അബൂബക്കർ സിദ്ദീഖ് മരണപ്പെട്ടതും ആ ഒരു ഷഹീദിന്റെ കൂലിയുടെ പേരിലാണ്. കാരണം മഖ്തൂലായി വധിക്കപ്പെട്ടത് 3 പേരാണ്. ആരൊക്കെ? ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു, അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. ഇവരൊക്കെ വധിക്കപ്പെട്ടു, തട്ടിക്കളയാണ് ചെയ്തത്. പക്ഷേ അവര് ഷഹീദാണ്. അവര് മഖ്തൂലായ ശുഹദാക്കളാണ്, വധിക്കപ്പെട്ടവരാണ്. ഇവരെ കുറേശ്ശെയാണ് വധിച്ചു കളഞ്ഞത്. രക്തം ഇത് കൊടുത്ത് കുത്തിവെച്ചു അല്ലേ? അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. ആ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ വിഷം കൊടുത്ത ആ ജൂതപ്പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നപ്പോ ഹബീബായ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാ, അലാ നഖ്തുലുഹാ, അവളെ കൊന്നുകളയട്ടെയോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേണ്ട, കൊല്ലരുതേ, ഉത്തുറുകുഹാ. നമ്മൾ വിടുവോ? നമ്മളെ വധിക്കാനും നമ്മളെ കൊല്ലാനും നമ്മളെ ഇടങ്ങാറാക്കാൻ അവനെങ്കിലും ശ്രമിച്ചാൽ അവനെ കാടമുട്ടയ്ക്കാത്തെങ്കിൽ കാടമുട്ടയ്ക്കാത്ത, കാടക്കോഴിക്കാത്തെങ്കിൽ കാടക്കോഴിക്കാത്ത, പോത്തിന്റെ കുടലിനകത്തെങ്കിൽ പോത്തിന്റെ കുടലില്, കോഴിത്തലയിലെങ്കിൽ കോഴിത്തലയില്, ബൾബിനകത്തെങ്കിൽ ബൾബില്, ഉണ്ടച്ചക്കയ്ക്കകത്തെങ്കിൽ ഉണ്ടച്ചക്കയ്ക്കകത്ത്. അല്ല, പണിയെടുക്കൂല. അതിന്റെ പണി മൊത്തം എടുത്തിട്ട് ഓനെ എങ്ങനെയെങ്കിലും പോകുന്ന വഴിയിൽ അങ്ങനെ തന്നെ വണ്ടി കയറണം, പോകുന്ന വഴിയിൽ അങ്ങനെ പിടയ്ക്കണം, പോകുന്ന വഴിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ മനസ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ നോക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുവീഴ്ചയുടെ മൂർത്തിഭാവം, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. മൻ തഖമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആരോടും പ്രതികാര നടപടി സ്വീകരിച്ചിരുന്നില്ല. ഒരാളോടും അല്ലാഹുവിന്റെ റസൂൽ പ്രതികാര നടപടി സ്വീകരിച്ചിരുന്നില്ല. ഒരാളെയും അല്ലാഹുവിന്റെ റസൂൽ അടിച്ചിട്ടില്ല.
വമാനീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഷൈഇൻ, ഒരു വസ്തുവിനും അല്ലാഹുവിന്റെ റസൂൽ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല. ഹത്താ യുൻതഖമ ഷൈഉൻ മിൻ മഹാരിമില്ലാ, അല്ലാഹുവിന്റെ വസ്തുക്കളെ, അല്ലാഹു ആദരിച്ച വസ്തുക്കളെ അനാദരിച്ചവരെ ഒഴികെ. വമാനീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ആദരിച്ച വസ്തുക്കളെ ആരെങ്കിലും അനാദരിച്ചാലേ ഒഴികെ മറ്റൊരാളോടും അല്ലാഹുവിന്റെ റസൂൽ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടേ ഇല്ല. لقد غطي ظهرك وكسرت رباعيتك وأدمي وجهك فقلت اللهم اغفر لهم اللهم اغفر لهذا القوم فإنهم لا يعلمون. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മുതുകത്ത് ചവിട്ടിയവരാണ്, അങ്ങയുടെ കരണക്കുറ്റി കടിച്ചവരാണ്, അങ്ങയുടെ മുബാറക്കായ പല്ലടിച്ചു കൊഴിച്ചവരാണ്, അങ്ങയെ വേദനിപ്പിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂലേ, ലൗല അൻതഹും യാ റസൂലല്ലാഹ്, അവരെ ഒന്ന് ശപിക്കുമോ നബിയേ, അവരെ ഒന്ന് ശപിക്കുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ ബുഇസ്തു ലഅനാ ഇന്നമാ ബുഇസ്തു റഹ്മാ, ഒരാളെയും ശപിക്കാനല്ല ഞാൻ കടന്നു വന്നത്, എല്ലാവരുടെയും അനുഗ്രഹീതനായ കാരുണ്യവാനായ കാരുണ്യത്തിന്റെ നിറകുടമായ പ്രവാചകനായിട്ടാണ് എന്റെ റബ്ബ് എന്നെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത്. അതുകൊണ്ട് ഞാൻ ആരെയും ശപിക്കുകയില്ല, ഞാൻ എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ്. അല്ലാഹുവേ, എന്റെ പലയടിച്ചു കൊഴിച്ച ഈ സമുദായത്തിന് നീ പൊറുക്കണേ അല്ലാ, എന്റെ മുഖത്തടിച്ച് രക്തമൊലിപ്പിച്ച ഈ സമുദായത്തിനോട് നീ പൊറുക്കണേ അല്ലാ, എന്റെ മുതുകത്ത് ചവിട്ടിയവർക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ, എന്റെ തലയ്ക്ക് മീതെ ഒട്ടകത്തിന്റെ ചീഞ്ഞഴുകിയ കുടൽമാല വലിച്ചെറിഞ്ഞവർക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. ഫഇന്നഹും ലാ യഅലമൂൻ, അവര് വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ് പടച്ചവനെ, അവർക്ക് നീ പൊറുക്കണേ നാദാ. ആരായത് ചെയ്തത്, ആരായത് പഠിപ്പിച്ചത്, നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ കരളിന്റെ കാതലും ജീവിതത്തിന്റെ തുടിപ്പും നിത്യവസന്തവും കെടാവിളക്കുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമുക്കെന്താ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത? നമുക്ക് നമ്മൾ എന്തിനു പാര വെക്കാൻ പോണം? അല്ലാഹുവിന്റെ റസൂൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തില്ലേ, പിന്നെ എന്തിനു മുണ്ടാണ്ടിരിക്കണം? സ്വർഗത്തിൽ പോകണ്ട നിങ്ങൾക്ക്? അല്ലാഹു തആല പറയുന്ന ഒരു ഹദീസ് കൂടെ കേട്ടോ, അനർ റഹ്മാൻ, അനർ റഹ്മാൻ, ഞാൻ റഹ്മാനാണ്, ഞാൻ റഹ്മാനാണ്. വശഖഖതു ഇസ്മി, എന്റെ പേര് ഞാൻ അടർത്തിയെടുത്തിട്ട് ആ പേര് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. റഹീം എന്ന പേര് ഞാൻ കുടുംബ ബന്ധത്തിനിടുകയാണ്. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ റഹീം എന്നാണ് അതിന് പറയാ. കുടുംബ ബന്ധം, സിലു അർഹാമക്കും, സിലു അർഹാമക്കും, നമ്മുടെ കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കണേ, കുടുംബ ബന്ധം ചേർക്കണം. അല്ലാഹു തആല പറയുന്നു, അന റഹ്മാൻ, അന റഹ്മാൻ, ഞാൻ റഹ്മാനാണ്. ആ റഹ്മാൻ എന്ന പേരിൽ നിന്ന് അല്ലാഹ് പറിച്ചെടുത്ത പേരാണ് റഹീം. അപ്പൊ ഈ കുടുംബ ബന്ധം ആരോട് ചേർന്ന് നിൽക്കുന്നു? അല്ലാഹുവായിട്ട്. വശഖഖതു ഇസ്മൻ മിൻ ഇസ്മി, എന്റെ പേരിൽ നിന്ന് ഞാൻ ആ പേര് അടർത്തിയെടുത്തു, അങ്ങനെ ഞാൻ ഇട്ട പേരാണ് കുടുംബ ബന്ധത്തിന് റഹീം എന്ന്. ഫമൻ വസലനി വസൽതുഹു, ആരാണോ ആ കുടുംബ ബന്ധം ചേർക്കുന്നത്, വസൽതുഹു, അവനുമായി മാത്രം എനിക്ക് ബന്ധമുള്ളൂ. വമൻ ഖതഅനി ഖതഅതുഹു, ആരാണോ എന്നെ മുറിച്ചു മാറ്റുന്നത് അവനുമായി ഞാനും ബന്ധമില്ല. ഫീമാ യർവീഹി അൻ റബ്ബിഹി, അല്ലാഹു പറഞ്ഞതായി കമാ ഖാല റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ പേരാണ് കുടുംബ ബന്ധം. കുടുംബ ബന്ധം മുറിച്ചു മാറ്റുന്നവൻ ആരെ മുറിച്ചു? നിങ്ങളുടെ ഉമ്മായോ കൊച്ചുമ്മായോ മൂത്തുമ്മായോ അമ്മായിയോ അമ്മോശനോ ഒന്നുമല്ല, പിന്നെ ആരെ? അള്ളാഹയാണ് മുറിച്ചു മാറ്റിയത്. അള്ളാഹായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് അതിന്റെ അർത്ഥം. മുണ്ടാത്തവനുമായിട്ട് അള്ളാഹ്ക്ക് ബന്ധമില്ലേ ഇല്ല. വേണമെങ്കിൽ ഒരു അതീതുറ കേട്ടോ, എല്ലാ ആഴ്ചയിലും നമ്മുടെ ഏടുകൾ അള്ളാഹുവിന്റെ കോടതിയിലെ മലക്കുകളെ കൊണ്ട് വെളിവാക്കി കൊടുക്കും. ഇത് മുജീബിന്
മുബാറക്കിന്റെ, ഇത് അബൂബക്കറിന്റെ, ഇത് ഔക്കറിച്ചാന്റെ, ഇത് മമ്മച്ചാന്റെ, ഇത് അമ്മുച്ചാന്റെ, എല്ലാ ഇച്ചാന്മാരുടെ ഇങ്ങനെ അടുക്കി എല്ലാ തിങ്കളും വ്യാഴവും അള്ളാന്റെ കോടതിയിൽ കൊണ്ട് ഫയല് രേഖപ്പെടുത്തി കൊടുക്കും. അതിനാണ് ഈ തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്നത്. നോമ്പെടുക്കുമ്പോ എന്താ, എന്റെ ദാസൻ നോമ്പുകാരനാണല്ലേ, എന്റെ ദാസൻ നോമ്പുകാരനാണ്. അങ്ങനെ എല്ലാ തിങ്കളും വ്യാഴവും അള്ളാന്റെ കോടതിയിൽ കൊണ്ടുപോയിട്ട് ഫയൽ കൊടുക്കും. ആലമ്പാടിക്കാരുടെ ഫയൽ പ്രത്യേകം ഇതേപോലെ ആർച്ചൊക്കെ ഈ ഫയല് കാണുമ്പോ ഇത് ആലമ്പാടിയാ. ഇങ്ങനെ ഓരോ ഫയലുകൾ കൊണ്ട് വ്യാഴാഴ്ച തിങ്കളാഴ്ച ദിവസം അള്ളാന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തുറന്നു വെച്ച് വായിച്ചു കൊടുക്കും മലക്കുകൾ. എല്ലാ ദാസന്മാരായ സത്യവിശ്വാസികൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കും അത്രേ. ചെറിയ തെറ്റുകളൊക്കെ വന്ന് ഡിലീറ്റ് ആക്കി നമ്മൾ ഈ ചാറ്റിയിട്ട് ലാസ്റ്റ് അതിന്റെ സെറ്റിംഗ് എടുത്തിട്ട് ക്ലിയർ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നെക്കുമ്പോ ഫുൾ അങ്ങോട്ട് പോകും. അതുപോലെ അള്ളാഹ് ഇതെല്ലാം നോക്കിട്ട് ആ ക്ലിയർ ചാറ്റിൽ അപ്പൊ അടുത്ത മലക്ക് അതുമായിട്ട് പിന്നെ വരും. ഇനി അടുത്ത ആഴ്ച മുതലുള്ള പരിപാടി. അപ്പൊ ഇങ്ങനെ അള്ളാഹ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ചുവന്നവരെയുള്ള 2 ഫയല് 3 ഫയല് 4 ഫയല് പേപ്പറുകളോടെ പേപ്പർ ചുവന്നവര എന്താണ് ഇല്ലാ റജുലൻ ബൈനഹു വബൈന അഖീഹി ഷഹ്നാ. രണ്ടുപേർക്കിടയിൽ ചൊടിയാണ്. വർഷങ്ങളായി, 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി, 17 മാസമായി, 18 ദിവസമായി, 5 ദിവസമായി, 10 ദിവസമായി. സംസാരിക്കുന്നില്ല, മുണ്ടുന്നില്ല, സലാം പറയുന്നില്ല, പുഞ്ചിരിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫൈൽ നോക്കുമ്പോ നിസ്കാരമുള്ളവന്റെ ഫൈലാണ്, നോമ്പെടുക്കുന്നവന്റെ ഫൈലാണ്, 5 വഖത്ത് ഒന്നാമത്തെ സഫിൽ വരുന്നവന്റെ ഫൈലാണ്, പള്ളിക്ക് സ്വതഖ ചെയ്യുന്നവന്റെ ഫൈലാണ്, സുന്നത്ത് നോമ്പെടുക്കുന്നവന്റെ ഫൈലാണ്, മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നവന്റെ ഫൈലാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവന്റെ ഫൈലാണ്. പക്ഷേ എന്താക്കാൻ തന്റെ കുടുംബത്തിലെ എത്രയോ പേരോട് ഇവൻ ചൊടിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയാണ്, ഉത്റുകൂ ഹാദൈനി ഹത്താ യഫിആ ഐ ഹത്താ യസ്തലിഹാ. മലക്കുകളെ ആ ഫയലുകൾ വലിച്ചെറിയണേ. ആ ഫയലുകൾ എനിക്ക് കാണേണ്ടതില്ല. അവരിനി എത്ര ഹജ്ജ് ചെയ്യട്ടെ, എത്ര ഉംറ ചെയ്യട്ടെ, എത്ര സിയാറത്ത് ചെയ്യട്ടെ, എത്ര സദഖകൾ ചെയ്യട്ടെ, ആ കുടുംബക്കാരുമായി ചൊടിച്ചിരിക്കുന്നവരാണ്, വർഷങ്ങളായി മുണ്ടാത്തവരാണ്. അവരുടെ ഒരു അമലുകളും എന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയേ വേണ്ട. പോയില്ല അബീബേ, സമൂസായും പോയി, കാരക്കായും പോയി, മോരും വെള്ളവും പോയി, നാരങ്ങ വെള്ളവും പോയി, കഞ്ഞിയും പോയി, പയറും പോയി, കബ്സായും പോയി, അൽഫാഹമും പോയി, എല്ലാം കൊടുത്തു. റമളാൻ മാസത്തിൽ ഇഷ്ടം പോലെ കൊടുത്തു. പക്ഷെ ചൊടിച്ചിട്ട് മിണ്ടാതെ മരിച്ചുപോയി. എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അവർ മുണ്ടട്ടെ. സലാം പറയുന്നവരെ ഇങ്ങോട്ടേ കൊണ്ടുവരണ്ട. ഇങ്ങോട്ട് വരുന്നത് നോക്കാതെ അങ്ങോട്ട് പോയിട്ട് സലാം പറ. അവർക്കാണ് കൂലി കൂടുതൽ. പകരത്തിന് പകരം കുടുംബ ബന്ധം ചേർക്കുന്നവനല്ല കൂലിയുള്ളത്. വലാകിൻ മറിച്ച് അൽവാസിലു ഇദാ ഖുതിഅത് റഹ്മുഹു വസലഹാ. തന്റെ കുടുംബത്തെ മുറിച്ചവനാരാണോ അവൻ ഇങ്ങോട്ട് വരുന്നത് നോക്കി നിൽക്കാതെ നിങ്ങൾ അങ്ങോട്ട് പോയി അവർക്ക് സലാം പറയണേ. ഞാനല്ലല്ലോ ചൊടിച്ചത്, ഓനല്ല ചൊടിച്ചത്. ജോറ് ചൊടിച്ച ജോറ് പറ്റ, ഞാൻ പോകും. ആ വാശി വേണ്ട. നീ അങ്ങോട്ട് പോണം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. നബിയോട് ഇഷ്ടമുണ്ടോ? നബി തങ്ങളാണോ പറയുന്നത്? അങ്ങോട്ട് പോട്ട് സലാം പറ. ഞാൻ എങ്ങനെ പോകണ്ട ഉസ്താദെ? ഓൻ എന്നെ ചെരുപ്പെടുത്ത് അടിക്കൂലേ? ഓനോട് ഞാൻ പല പ്രാവശ്യം സലാം പറയാൻ പോയിട്ട് ഓനെ ഒരു പ്രാവശ്യം കല്ലെടുത്ത് എറിഞ്ഞു. അവന്റെ പുരക്ക് ഞാൻ പോയപ്പോ എന്റെ മുന്നിൽ വാതിൽ കൊട്ടി അങ്ങോട്ട് അടച്ചു. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി ഓന്റെ കുട്ടികൾക്ക് പൈതലിന് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒറ്റ കയറി. ഞാൻ ഓന്റെ അടുത്ത് എങ്ങനെ പോയിട്ട് സലാം പറയും? ഇനി പോണെങ്കിൽ ഫയർഫോഴ്സുമായിട്ട് പോകാൻ പറ്റുള്ളൂ.
ഞാൻ എങ്ങനെ പോകാൻ? അങ്ങനെ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവും. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങോട്ട് പോയിട്ട് സലാം പറയണമെന്ന് മുണ്ടണമെന്ന്, പക്ഷെ ഓന്റെ പ്രതികരണം എന്തായിരിക്കും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ഹദീസ് കേട്ടോളി. أن عمرو بن شعيب رضي الله تعالى عنه عن النبي صلى الله عليه وسلم أن عمرو بن شعيب رضي الله عنه reported حديث أن رجلا جاء إلى النبي صلى الله عليه وسلم ഒരു സ്വഹാബി അല്ലാഹുവിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ലീ ദബി അർഹാം, എനിക്ക് ഒരുപാട് കുടുംബക്കാരുണ്ട്, രക്തബന്ധുക്കളുണ്ട്. അസിലു, അവരോട് ഞാൻ ചേർന്ന് താമസിക്കുന്നു, ഞാൻ അവരോട് ചേർന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവരെന്നെ മുറിച്ചു മാറ്റുകയാണ്. ഞാൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നു. പക്ഷേ അവരെന്നോട് അതിക്രമം പ്രവർത്തിക്കുകയാണ്. ഞാൻ അവർക്ക് ഒരുപാട് ഒരുപാട് ഉപകാരം ചെയ്യുന്നു നബിയേ. അവരെന്നോട് ഒരുപാട് ഉപദ്രവമാണ് പ്രവർത്തിക്കുന്നത്. وأنا أكافئهم يا رسول الله. ഞാനും അവരെ പോലെ പ്രവർത്തിക്കട്ടെയോ നബിയേ, ഞാനും അവരെ പോലെ മുണ്ടാണ്ടിരിക്കട്ടെയോ നബിയേ. ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് മുണ്ടണോ, പക്ഷേ ഓൻ്റെ അടുത്ത് എങ്ങനെയാണ് പോവാ, ഓൻ്റെ പ്രതികരണം എങ്ങനെ നമുക്ക് അറിയില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു സഹാബി, എന്ത് ചെയ്യണം? ഞാനും അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാനും മുണ്ടുന്നില്ല. ഞാൻ സലാം പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. قال رسول الله صلى الله عليه وسلم لا إذا تتركون جميعا ولكن جد بالفضل وصلهم. അവൻ വിവരമില്ലാത്ത പഠിക്കാഹില്ല, അവൻ വിവരമില്ലാത്തവൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യരുത്. നീ അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം, സലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, നന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നീ അങ്ങനെ ചെയ്യുന്ന കാലത്തോളം അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് അവന്റെ സഹായം നിന്നിലേക്ക് അല്ലാഹു ഇറക്കിക്കൊണ്ടിരിക്കുമെന്ന് കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതല്ലേ നമ്മളെന്തിനാ ചോദിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് പോയിട്ട് സലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അവൻ എന്ത് പറഞ്ഞോട്ടെ, അവൻ എന്ത് തെറി വിളിച്ചാലും ചീത്ത വിളിച്ചാലും അങ്ങോട്ട് പോയിട്ട് സലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. സ്വർഗത്തിൽ പോകാനാണല്ലോ നമ്മൾ ഈ അമൽ ചെയ്യുന്നത്. ഇല്ലേ ഇല്ലേ ഇല്ലേ? ഉറക്കം വേദന, ഉറക്കം വരണം. ഇതിപ്പോ കേട്ടപ്പോഴേ മതിയായി. ഇപ്പൊ ആലോചിക്കാണ്, ബാലിന് വരേണ്ടതില്ലായിരുന്നു. കാരണം ഇനിയിപ്പോ മുണ്ടണ്ടേ, എങ്ങനെ പോയി മുണ്ടും? രാത്രി ഇങ്ങനെ മുണ്ടാതെ എങ്ങനെ ഉറങ്ങും? രാത്രി ഉറക്കം വരൂല. രാത്രി എങ്ങാനും മരിച്ചുപോയാ പോകുന്ന നരകത്തിലാണ്. അല്ലാഹു കാക്കട്ടെ. ഇതാ ഒരു ഹദീസ് കേട്ടോ, പറയട്ടെ സമയമുണ്ടോ? വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പൊ നിങ്ങൾ ഞാൻ തമ്മിൽ ചോദിക്കുന്ന വിഷമാണ്. നാളെ മരിച്ചു പോകുമ്പോൾ നമ്മൾ ഇത്ര ഒരുപാട് ഇബാദത്ത് എടുത്തവരാണ്, ഒരുപാട് അമൽ ചെയ്ത് ഇങ്ങനെ മരിച്ചു പോകുന്നുണ്ട്. മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി കുതിച്ച് സ്വർഗത്തിലെ ഊർലിങ്ങളൊക്കെ ചിറകൊക്കെ ഇട്ട് ഇങ്ങനെ വായിച്ചാന്ന് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ കേറാൻ പോകുമ്പോൾ ഒരാൾ കൈയടിച്ച് ആടക്കുന്നില്ല, ഞാൻ ദാ വരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അകന്ന ഒരു ബന്ധു, മുണ്ടാത്ത ഒരു ബന്ധു നമ്മൾ പുഴയെന്ന് വിളിക്കുന്നു. പോകല്ലേ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല, അതാ വരുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലിർറഹ്മി ലിസാനൻ ദൽഖാ. നമ്മളെ പോലെ നാവുണ്ട്, ഖബറിന് നാവുണ്ട്. ഇന്നലിൽ ഖബരി ലിസാന, ഖബറിന് നാവുണ്ട്, ഖബർ സംസാരിക്കും. ഇന്ന ലിർറഹ്മി ലിസാന, ഇതേപോലെ കുടുംബ ബന്ധത്തിന് നാവുണ്ട്. ലിർറഹ്മ, ഇന്ന ലിർറഹ്മി ലിസാനൻ ദൽഖൻ. നമ്മള് തൽഖീനൊക്കെ ഓതി കൊടുക്കുമ്പോൾ പറയില്ലേ, അങ്ങനത്തെ സ്ഫുടതയുള്ള നാവുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ പഞ്ഞുള്ള നാവഞ്ഞല്ല, അതൊന്നും അല്ല എന്ന് പറഞ്ഞാ മനസ്സിലായില്ല എന്ന് പറയരുത്. അതിനാണ് ഇന്നലിർ റഹ്മി ലിസാനൻ ദൽഖൻ. യൻതിഖു തഹ്തൽ അർശി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അർശിന്റെ താഴെ നിന്നിട്ട് അത് സംസാരിക്കും അത്രേ.
നോക്കണേ, അത് നിൽക്കുന്ന സ്ഥലം കണ്ടോണോ, ഒളിച്ചിരിക്കാണ്. അർശിന്റെ തണലിൽ ഇങ്ങനെ പോയിട്ട് നിൽക്കും. നമ്മളൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കണ്ണും വെച്ചിട്ട് ഇങ്ങനെ മൈശാറിലേക്ക് പോവുക. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അപ്പൊ ഇത് അർശിന്റെ തണലിൽ ഇങ്ങനെ നിന്നിട്ട് വിളിക്കും അത്രേ. إن للرحم لسانا ذلقا يقول تحت العرش يوم القيامة قيامة നാളിൽ അർശിന്റെ താഴ്ഭാഗത്ത് നിന്നുകൊണ്ട് വിളിക്കുകയാണ്, യാ റബ്ബി പടച്ചവനെ, ഖുത്തിഅതു ഞാൻ മുറിക്കപ്പെട്ടവനാണ്, യാ റബ്ബി പടച്ചവനെ, ളുലിംതു ഞാൻ അക്രമം ചെയ്യപ്പെട്ടവനാണ്, യാ റബ്ബി പടച്ചവനെ, ഉസിയ ഇലയ്യ എന്നെ ആക്രമിച്ചവനാണ് ഈ നിൽക്കുന്നത് അല്ലാഹ്, എന്റെ ബന്ധം മുറിച്ചു മാറ്റിയവനാണ് ഈ നിൽക്കുന്നത് അല്ലാഹ്. അതുകൊണ്ട് നാദാ, നീ ആലമുൽ അർവാഹിൽ വെച്ച് എന്നോട് വാഗ്ദാനം ചെയ്തതല്ലേ, അലാ തർളീന അൻ അസില മൻ വസലക വഅഖതഅ മൻ ഖതഅക. ആലമുൽ അർവാഹിൽ വെച്ച് എനിക്ക് നീ വാക്ക് തന്നതാണ്, എന്നെ ആര് മുറിച്ചു മാറ്റുന്നുവോ അവനുമായി എനിക്ക് ബന്ധമില്ല, എന്നെ ആര് ചേർത്തിണക്കുന്നുവോ അവനുമായി മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ എന്ന് നീ എനിക്ക് വാക്ക് തന്നവനാണല്ലോ അല്ലാഹ്. എന്റെ ഒരകന്ന ബന്ധുവാണിതാ സ്വർഗത്തിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ട് ഓടുന്നത് നീ കാണുന്നില്ല റബ്ബേ. വർഷങ്ങളായി ഞാനും അവനും ഒരു ഗ്രാമത്തിലാണ് താമസിച്ചത്, ഒരു ജില്ലയിലാണ് താമസിച്ചത്, ഒരു നാട്ടിലാണ് താമസിച്ചത്. എന്റെ മുന്നിലൂടെ വാഹനത്തിൽ ചീറിപ്പാഞ്ഞു പോയിട്ട് എന്റെ പുറകിലേക്ക് വരാത്തവനാണ്, എന്റെ മക്കളെ കണ്ട് ചിരിക്കാത്തവനാണ്, എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂകാത്തവനാണ്, അവന്റെ രക്തബന്ധുവാണ് ഞാൻ അല്ലാഹ്. മരണം വരെ അവൻ എന്നെ മുറിച്ചവനാണ് പടച്ചവനെ, വലുലിംതു എന്നോട് അക്രമം ചെയ്തവനാണ് പടച്ചവനെ, വഉസിയ ഇലയ്യ എന്നോട് ഉപദ്രവം പ്രവർത്തിച്ചവനാണ് പടച്ചവനെ. അതുകൊണ്ട് ഹാദാ മഖാമുൽ ആയിദി, ഇവിടെ വെച്ച് നീ എനിക്ക് ന്യായവും നീതിയും ധർമ്മവും എനിക്ക് സാധിച്ചു തരണമേ അല്ലാഹ്. ഫയുജീബുഹാ റബ്ബുഹാ, ഉടനെ അല്ലാഹുവിന്റെ തീരുമാനം, ഈ പറയുന്നത് യാഥാർത്ഥ്യമാണോ, അവന്റെ ഏടുകൾ എടുക്കണേ. ആ ഏടുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ശരി തന്നെയാണ്, 10 വർഷമായി മുണ്ടിയിട്ടില്ല, 17 വർഷമായി മുണ്ടിയിട്ടില്ല, 30 വർഷമായി മുണ്ടിയിട്ടില്ല. ഫയുജീബുഹാ റബ്ബുഹാ, ആ റബ്ബ് മറുപടി കൊടുക്കുകയാണ്, അലാ തർളീൻ അൻ നസില മൻ വസലക വഖതഅ മൻ ഖതഅക. നിനക്ക് ഞാൻ തന്ന വാഗ്ദാനം പൂർത്തീകരിക്കുകയാ, നിന്നെ ചേർത്തിണക്കിയവനുമായി എനിക്ക് ബന്ധമുണ്ട്, നിന്നെ മുറിച്ചവനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഫഹുവ ഫിന്നാർ, ഏ മലക്കുകളെ അവനെ തട്ടി നരകത്തിലേക്ക് എറിയണേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിൽ പോകാന്നുള്ള പൂതി അതോടുകൂടി അങ്ങ് തീരും. ഇവിടെ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അങ്ങനെ നേരെ പോവാണ് സ്വർഗത്തിലേക്ക് പോകാൻ. ആ കുടുംബം വന്ന് അവിടെ പോയിട്ട് വിളിക്കും. ഒരു അതീതൂടെ പറഞ്ഞു നിർത്താം, തീരൂല സംഭവം, അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. ثلاث من كن فيه حاسبه الله حسابا يسيرا وأدخله الجنة برحمته كما قال عليه السلام. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 ഗുണങ്ങൾ ആരിലുണ്ടോ അവന്റെ വിചാരണ വളരെ വേഗത്തിൽ അല്ലാഹു തീർത്തു തരും, എളുപ്പമാക്കി തരും, ലഘുവാക്കി തരും. അല്ലാഹു അവന്റെ ഔദാര്യത്തോടെ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. 3 ഗുണങ്ങൾ ആരിലുണ്ടോ അവർക്ക് സ്വർഗം, അള്ളാഹു സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും. അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരുടെ ഹിസാബ് വിചാരണ എളുപ്പമാക്കി അവന്റെ കരുണയോടുകൂടി അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹു കൂട്ടം നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആരാണത്? അതോടെ കേട്ടെടുത്തിട്ട് പോലെ മൂത്രമൊഴിക്കാൻ പോയി. ചിലപ്പോൾ ഈ സമയത്തായിരിക്കും, ലാസ്റ്റ് പോയിന്റിലായിരിക്കും ചിലപ്പോൾ സഹോദരങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത്. നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. തുഅതി മൻ ഹറമക വതഅഫു അമ്മൻ ളലമക വതസിലു മൻ ഖതഅക ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി.
തുഅതി മൻ ഹറമക, നിനക്ക് തരാത്തവന് നീ കൊടുക്കണേ. കൊടുക്കുവോ? നടക്കുന്ന കാര്യമല്ല, അതുകൊണ്ടാ സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞത്. നമുക്ക് തരാത്തവർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. തുഅതി മൻ ഹറമക, നിനക്ക് നിഷിദ്ധമാക്കിയവന്, നിനക്ക് നിഷേധിച്ചവന്, നിനക്ക് തരാത്തവൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. വതഅഫു അമ്മൻ ളലമക, നിന്നോട് അക്രമം പ്രവർത്തിച്ചവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണം. വർഷങ്ങളായി നടന്നു പോകാൻ ഒരു വസ്തു ജാഗ ചോദിച്ചിട്ട് തരാത്തവൻ നടന്നങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഒരിത്തിരി 2 ലക്ഷം റുപ്യ തരാം. ഉടനെ അവൻ കോൺക്രീറ്റ് മതിൽ കെട്ടി. ഇവരെങ്ങനെ അതിലേ ഒക്കെ കറങ്ങിട്ടാ പോവാ. ഒരു മയ്യത്ത് കൊണ്ടുപോകാനുള്ള സ്ഥലം പോലും ചോദിച്ചു കൊടുക്കാതെ വഴി തടഞ്ഞു വെക്കുന്ന മനുഷ്യന്മാര്. ഇവന്റെയൊക്കെ വഴി സ്വർഗത്തിലേക്കുള്ളത് അള്ളാഹും തടയും. പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. മുസ്ലിങ്ങളാ പറഞ്ഞിട്ട് ഒരു സെന്റ് ഗവൺമെന്റ് വന്നിട്ട് ഹൈവേക്ക് വേണ്ടി പൊളിച്ചു മാറ്റിയാലോ ഓന്റെ തലയും കൊടുക്കുക. ഇതിലൂടെ പോട്ടെ ഹൈവേ, തല വെച്ചു പൈസ കിട്ടൂല. തലയോട്ടിക്ക് 2 കോടി രൂപ. മനസ്സിലായില്ലേ? തലയോട്ടി ജംഗ്ഷന്റെ പേരും വെക്കും ഇവിടെ. കാരണം അവന്റെ തലയിലൂടെയാണ് ബൈപ്പാസ് പോയത്. ഒരു മയ്യത്ത് കൊണ്ടുപോകാൻ ഒരു സ്ഥലം ഇല്ല. ഒരു പോലെ അവിടെയൊക്കെ താമസിക്കാം. നിനക്ക് ഇഷ്ടം പോലെ ജാഗയുണ്ട്. 1 സെന്റ് കൊടുത്തൂടെ അബീവേ? നീ ഇതെല്ലാം കൂടെ കൊണ്ട് കബറിനകത്ത്, നിനക്ക് പള്ളിക്കാർ ഫ്രീ ആയിട്ടല്ലേ മയ്യത്ത് കുഴി കബർ തരുന്നത്? ക്രിസ്ത്യാനികൾ പൈസ അടയ്ക്കണം. ക്രിസ്ത്യാനികളുടെ ശവം കൊണ്ടുപോയി അടക്കണമെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പൈസ കൊടുത്താലേ അവരുടെ കല്ലറ, ശവക്കല്ലറ അവർക്ക് ഉണ്ടാക്കുള്ളൂ. നമുക്ക് ആരെങ്കിലും ഉണ്ടോ പൈസ? നീ പൈസ ചോദിച്ചാലും മയ്യത്ത് കൊണ്ടുപോയി മിഹ്റാബി വെച്ചിട്ട് പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അടക്കിക്കോളി, ഞങ്ങൾ ഞങ്ങളുടെ പുറയ്ക്ക് പോകുന്നു പറയും. നമുക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരുന്ന ഡ്യൂട്ടി നമുക്കുണ്ട്. നമ്മള് സാധനം സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അത് കളയോ കത്തിക്കോ എന്തായാലും നമ്മുടെ പുറയ്ക്ക് തിരിച്ചോട്ട് വരില്ല. അപ്പൊ കമ്മറ്റിക്കാർ പെട്ടെന്ന് പഴയ കുഴി ഒരെണ്ണം തോണ്ടിട്ട് അതിലിട്ട് മൂടിയാള. ഒരു യാസിയും കുറച്ചു പോകും, ഒരു മൂവിയും കുറച്ചു പോകും. കാരണം CC അടയ്ക്കാത്തത് കൊണ്ട്. അങ്ങനത്തെ CC അടയ്ക്കാത്ത മയ്യത്ത് പിന്നല്ലാതെ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ? ഇതൊന്നും കൊണ്ടുപോകുന്നവരല്ല, ഇതൊക്കെ നമ്മൾ മരിച്ചു പോകുന്ന മനുഷ്യന്മാരാ. ഇച്ചിരി വഴി കൊടുത്തെന്നും പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടും. കൂലി കിട്ടും. സ്വർഗത്തിലേക്കുള്ള വഴി അന്ന് എളുപ്പമാക്കി തരും. വഴിയൊക്കെ കൊടുക്ക, തടസ്സം വെക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഅഫു അമ്മൻ ളലമക, നിന്നോട് അക്രമം പ്രവർത്തിക്കുന്നവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ. വതസിലു മൻ ഖതഅക, നിന്നെ മുറിച്ച് ജീവിച്ചവരോട് നീ ചേർന്ന് താമസിക്കണേ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ, അല്ലാഹു അവരുടെ വിചാരണ വളരെ ലഘൂകരിക്കുകയോ, വഅദ്ഖലഹുല്ലാഹു അൽ ജന്നത ബിറഹ്മതിഹി, അവന്റെ കാരുണ്യത്താൽ അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമത്രേ. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമാ صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم سلام عليكم بما صبرتم فنعم عقبى الدار. അതിനെന്ന സ്വർഗം വേണമോ? ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാരാണ്? നമ്മുടെ ഉപ്പമാരാണ്, ഉമ്മമാരാണ്, മുൻഗാമികളാണ്, മഹാന്മാരാണ്, സാലിഹീങ്ങളാണ്, നമ്മുടെ രക്തബന്ധുക്കളാണ്, നമ്മുടെ കുടുംബക്കാരാണ്, നമ്മുടെ ഭാര്യമാരാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ അനന്തരവന്മാരാണ്, നമ്മുടെ കാരണവർമാരാണ്. അവർ സ്വർഗത്തിന്റെ മടിത്തട്ടില് പരിലസിക്കുമ്പോ, അവർ തമാശകൾ പങ്കിടുമ്പോ, അവർ പരസ്പരം ആഹ്ലാദത്തിലും അനുഭൂതിയിലും ആമഗ്നരാകുമ്പോ, യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മാലാഖമാരെ കടന്നു വരികയാണ് സ്വർഗത്തിൽ സന്തോഷത്തോടെ ആനന്ദ നൃത്ത
നൃത്തം ചവിട്ടുന്ന കുടുംബക്കാർ, ഈ ദുനിയാവിൽ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടിയ കുടുംബക്കാർ, ഈ ദുനിയാവിൽ സന്തോഷത്തോടെ സഹകരിച്ചിരുന്ന രക്തബന്ധുക്കളും ഉറ്റവരും ഉടയവരുമായ കുടുംബക്കാർ, അവര് സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുമ്പോ മാലാഖമാർ അവരുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. ഇന്ന് ഈ പള്ളിയുടെ മിനാരത്തിൽ ഈ ആർച്ചിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. സുരക്ഷിതരായി നിർഭയരായി അല്ലാഹുവിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കണേ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ. ഇത് കേവലം ആർച്ചിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, എങ്കിലും പലരും സലാമത്തില്ലാതെയാണ് പ്രവേശിക്കുന്നത്. മനോമുഖരത്തിൽ ക്രോധവും വിരോധവും അസൂയയും വെറുപ്പും വിദ്വേഷവും വിഭാഗീയതയും കൊണ്ടാണ് ഈ ആർച്ചിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നാളെ സ്വർഗത്തിന്റെ യഥാർത്ഥ കവാടത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സകലമാന വെറുപ്പുകളെ അല്ലാഹു പറിച്ചു കളയുമത്രേ. അങ്ങനെ സന്തോഷത്തോടെ തന്റെ കുടുംബങ്ങളെ കണ്ട് പൊട്ടിച്ചിരിക്കുകയും ആനന്ദ നൃത്തം ചവിട്ടുമ്പോൾ അതിൽ സന്തോഷത്തോടെ മാലാഖമാരെ ഓടി വന്നിട്ട് പറയുകയാ, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്കെല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാ. ദുനിയാവിൽ നിങ്ങൾ ക്ഷമിച്ചതിന്റെ ഫലമാണ് ഈ അതിനെന്ന് പറയുന്ന സ്വർഗം അല്ലാഹു നിങ്ങൾക്ക് നൽകിയത്. എത്ര നല്ല ഭവനമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയത്. ഈ കേട്ടതനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി അകന്നുപോയ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ അടുപ്പിച്ചതിന്റെ ഫലമായി അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഭവനമത്രേ ഈ അതിനെന്ന സ്വർഗം. ഇനി നിങ്ങൾ ഇതിൽ യഥേഷ്ടം വിഹരിച്ചു കൊള്ളുക. നിങ്ങളുടെ ഒരു നന്മകളോ തിന്മകളോ രഹസ്യങ്ങളോ പരസ്യങ്ങളോ ഞങ്ങൾ എഴുതുന്നില്ല, ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം.